അതുകൊണ്ട് ബഹളം വെക്കുന്ന ആളുകൾ പൊറുതികേട് കാണിക്കാതിരിക്കുക. നിങ്ങളെല്ലാവരും പുളിക്കലുള്ള മുഴുവൻ വഹാബികളും യോഗം കൂടി തീരുമാനിച്ച് സുന്നികളുടെ മുഖാമുഖത്തിന് ചോദ്യം ചോദിക്കാൻ ചോദ്യമുന്നയിച്ച് ചോദ്യം പഠിപ്പിച്ച് ഒരു നീണ്ട പട്ടികയുമായി കസേരയിൽ വന്നിരുന്ന് അവസാനം ഒരുപാട് നേരം നിന്ന് ചോദ്യം ഉന്നയിച്ച് ഞാനൊന്ന് ഇരുന്നോട്ടെ എന്ന് അദ്ദേഹം ചോദിച്ച് അവസാനം ഇരുന്ന് എനിക്ക് വിവരമല്ല എന്ന് പറഞ്ഞ് സമ്മതിച്ച് സുന്നത്ത് ജമാഅത്തിലേക്ക് തിരിച്ചു വന്ന ആ സഹോദരന് ബാബുവങ്ങൾ, നിങ്ങൾ അദ്ദേഹത്തിന്റെ പിന്നിൽ കൂടി തക്ബീർ ചൊല്ലുക, ബഹളം വെക്കുക. ഇദ്ദേഹത്തെ ഞങ്ങൾ ഒന്നുകൂടി ഇൻഷാ അല്ലാഹ് ഇസ്ലാമിലേക്ക് സുന്നത്ത് ജമാഅത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുകയാണ്. നിങ്ങൾ ചോദിക്കും പള്ളി പോയാൽ മാത്രമല്ല ഉണ്ടാകുന്നുള്ള സംഭവിച്ചില്ലേ? എങ്ങനെ പള്ളി പോയാൽ മാത്രമല്ല ഉണ്ടാകാം? ഈ പള്ളി തന്നെ തുലത്തണമെന്നാ ചോദിക്കണേ. അല്ല, ഈ പള്ളിയിലുള്ള ഫിത്തന നമുക്ക് തടയാൻ പറ്റുമല്ലോ. മാർക്കറ്റിലും അങ്ങാടിയിലുമുള്ള ഫിത്തന നമ്മുടെ പരിധിയിൽപ്പെട്ടതല്ലോ. അതേ സമയത്ത് പള്ളിയെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മോട് പറയുന്നത് എന്താ? പെണ്ണുങ്ങളോട് അവര് പള്ളിയിൽ പോകേണ്ടതില്ല എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥമെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. അപ്പോൾ പള്ളിയിൽ മാത്രമല്ല ഫിത്ന, മറ്റുള്ളവർക്കും ഫിത്ന ഉണ്ടാകും എന്ന് സമ്മതിച്ചോ എന്ന് ചോദിക്കുന്നതിന് അർത്ഥമില്ല. പള്ളിയിൽ ഫിത്ന ഉണ്ടാകുന്നതും പള്ളിയിൽ വ്യഭിചാരം നടക്കുന്നതും അങ്ങാടിയിൽ വ്യഭിചാരം നടക്കുന്നതും തമ്മിൽ വലിയ മാറ്റമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ഈ പള്ളിയിൽ അങ്ങാടികളിൽ വ്യഭിചാരം നടക്കുന്നു എന്ന് പറയുന്ന മൗലവിമാരല്ല ഇത് എഴുതി വെച്ചത്. അങ്ങാടിയിൽ നടക്കുന്ന വ്യഭിചാരം അത് നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ മൗലവിമാരെ തന്നെ പള്ളിയിൽ നടക്കുന്ന ഫിത്നയെ സംബന്ധിച്ച് പറയുന്നു. വെളിയങ്കോട് അൽമനാറിന്റെ മുഖലേഖനം അവരെന്തിന് പള്ളിയിൽ വരുന്നു? അൽമനാർ ചോദിക്ക, അവരെന്തിന് പള്ളിയിൽ വരുന്നു? 1978 ഡിസംബറിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട അൽമനാർ കോഴിക്കോട് നഗരത്തിലെ ഒരു പ്രധാനപ്പെട്ട പള്ളിയിൽ നിന്ന് ബലിപെരുന്നാൾ നമസ്കാരവും കഴിഞ്ഞ് പുറത്തിറങ്ങിയ സ്ത്രീകളുടെ ചിത്രം സ്ഥലത്തെ ഒരു പ്രമുഖ പത്രം പ്രസിദ്ധീകരിച്ചിരുന്നു. കണ്ടപ്പോൾ നടുങ്ങിപ്പോയി. മതബോധമുള്ള ഏതൊരു മുസ്ലിമിന്റെയും മനസാക്ഷിയെ വ്രണപ്പെടുത്തുന്ന ചിത്രം. അണിഞ്ഞൊരുങ്ങി ഫാഷൻ പരേഡിനിറങ്ങിയ അത്യാധുനിക മഹിളകളെന്ന് ചിത്രം കാണുന്ന മാത്രയിൽ ആർക്കും തോന്നുകയുള്ളൂ. പള്ളിയിൽ കയറി ദൈവപ്രാർത്ഥനയും നടത്തി ഒരു സാരോപദേശ പ്രസംഗവും കേട്ട് പുറത്തിറങ്ങിയ ഭക്തകളുടെ കോലം. ഇങ്ങനെയാണെങ്കിൽ അവരെന്തിന് പള്ളിയിൽ വരുന്നു? അൽമനാർ ചോദിക്കുന്നു, ഇങ്ങനെയാണെങ്കിൽ അവരെന്തിന് പള്ളിയിൽ വരുന്നു? ഇത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ചോദിച്ച ചോദ്യമാണ്. സുന്നി യുവജന സംഘം ചോദിച്ച ചോദ്യമാണ്. SSF ചോദിച്ച ചോദ്യമാണ്. എന്തിനാണ് അവർ പള്ളിയിൽ വരുന്നത്? 1978 ഡിസംബറിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട അൽമനാറിന്റെ 8ാമത്തെ ലക്കത്തിൽ അതിന്റെ എഡിറ്റോറിയൽ കോളം, അതിന്റെ മുഖപ്രസംഗം, ആ മുഖപ്രസംഗത്തിലൂടെ പറയുന്നത് അണിഞ്ഞൊരുങ്ങി ഫാഷൻ പരേഡിനിറങ്ങിയ അത്യാധുനിക മഹിളകളെന്ന് കണ്ടാൽ തോന്നുകയുള്ളൂ. നിങ്ങൾ കണ്ടിട്ടില്ലേ സൗന്ദര്യ മത്സരത്തെ കുറിച്ച് കേട്ടിട്ടില്ലേ? സൗന്ദര്യ മത്സരത്തിൽ പെൺകുട്ടികൾ എത്ര വസ്ത്രം ധരിക്കാറുള്ളത്? പകുതി അല്ലെങ്കിൽ കാൽഭാഗം. ഇങ്ങനെ തുണി ഉടുക്കാതെ ഫാഷൻ പരേഡിനിറങ്ങിയ അത്യാധുനിക മഹിളകളെ പോലെയാണ് മുജാഹിദ് പള്ളികളിൽ പെണ്ണുങ്ങൾ വരുന്നത്. ഇത് പണ്ട് MCC പറഞ്ഞതാ. MCC അഹമ്മദ് മൗലവി പറഞ്ഞിട്ടുണ്ടെന്ത്? ആണായാലും പെണ്ണായാലും ഔറത്ത് പറഞ്ഞാൽ മുന്നും പിന്നുമാണ്. അപ്പൊ 2 ബീഡിക്കുറ്റി അപ്പുറത്തും ഇപ്പുറത്തും വെച്ചാൽ മതി, എന്നിട്ട് പള്ളിയിലേക്ക് പോകാം. മുസ്ലിം സ്ത്രീകൾക്ക് അവകാശമുണ്ടോ എന്ന പുസ്തകത്തിൽ MCC അഹമ്മദ് മൗലവി പെണ്ണുങ്ങൾക്ക് ജുമാ നിർബന്ധമാണെന്ന് കേരളത്തിൽ ആദ്യമായി വാദിച്ച MCC അഹമ്മദ് മൗലവി അദ്ദേഹം ആ പുസ്തകത്തിലൂടെ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഔറത്ത് പറയുന്നത് മുന്നും പിന്നുമാണ്. അപ്പോ ഒരു നിക്കറിട്ടാ മതി, ഒരു ഷെഡ്ഡി എടുത്താൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെ മുന്നും പിന്നുമാണെന്ന് വെക്കുകയാണെങ്കിൽ 2 കോർക്കിട്ടാൽ മതി, എന്നിട്ട് ആണിനും പെണ്ണിനും എവിടെയും സഞ്ചരിക്കാം എന്ന് വളരെ വ്യക്തമായി MCC അഹമ്മദ് മൗലവി എഴുതി വെച്ചിരിക്കുന്നു. സഹോദരന്മാരെ, ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. നിങ്ങൾ നിഷ്പക്ഷമായി ചിന്തിക്കുമെങ്കിൽ ഞാൻ ആവശ്യപ്പെടുന്നു,
പറയുന്നു 1920 മുജാഹിദ് വന്നത്. കേരളത്തില് 1920 മുജാഹിദ് വന്നത്. എന്നാൽ പെണ്ണുങ്ങൾക്ക് ജുമാ നിർബന്ധമാണെന്ന് മുജാഹിദുകൾ പറയാൻ തുടങ്ങിയത് 1952 ചിന്തിക്കണം നിങ്ങള്. 1920 മുജാഹിദ് ഉണ്ടായി. 1952 മുസ്ലിം സ്ത്രീകൾക്ക് ജുമാ നിർബന്ധമാണെന്ന് ഇവിടെ മുജാഹിദുകൾ പറയാൻ തുടങ്ങിയത്. ഞാൻ ചോദിക്കുന്നു നിങ്ങളോട്, ഞാൻ ചിന്തിക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. 1920 വന്ന മുജാഹിദ് എന്തിനാണ് 30 കൊല്ലം കാത്തിരുന്നത്? 30 കൊല്ലം സ്ത്രീകൾക്ക് ജുമാ നിർബന്ധമാണെന്ന് പറയുന്ന, സ്ത്രീകൾക്ക് ജുമാ സുന്നത്താണെന്ന് പറയുന്ന ഒരായത്ത് ഖുർആനിൽ നിന്ന് കണ്ടെടുക്കുവാൻ, ഹദീസിൽ നിന്ന് കണ്ടെടുക്കുവാൻ 30 കൊല്ലം വേണ്ടിയിരുന്നോ? അള്ളാന്റെ ഖുർആനിൽ പെണ്ണുങ്ങൾ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, റസൂലുള്ളാന്റെ ഹദീസില് പെണ്ണുങ്ങൾ ജുമാക്ക് പോകൽ സുന്നത്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ മുജാഹിദ് പണ്ഡിതന്മാർ എന്തിന് 30 കൊല്ലം കാത്തിരുന്നു? 1920 ഇവിടെ മുജാഹിദ് ഉണ്ടാക്കുന്നത് എന്തിനാണ്? സുന്നികൾ ചെയ്യുന്ന പലതും ശരിയല്ല. സുന്നികള് സ്ത്രീകളെ പള്ളിയിൽ കൊണ്ടുപോകാൻ അനുവദിക്കുന്നില്ല, അതുകൊണ്ടത് തെറ്റാണ്. ആ തെറ്റ് തിരുത്താനല്ലേ മുജാഹിദ് ഉണ്ടായത്? എങ്കിൽ 1920 മുതൽക്ക് തന്നെ മുജാഹിദുകൾ എന്തുകൊണ്ട് പള്ളിയിൽ കൊണ്ടുപോയില്ല? 30 കൊല്ലം കാത്തിരുന്നതിന് ശേഷമാണോ ഖുർആനിൽ ആയത്തിറങ്ങിയത്, ഹദീസ് വന്നത്? അതുകൊണ്ട് നിങ്ങൾ പെണ്ണുങ്ങളെ പള്ളിയിൽ കൊണ്ടുപോകണമെന്ന് പറയുന്നത് വ്യക്തമായ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്, നിഗൂഢമായ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഖുർആനും സുന്നത്തും അനുശാസിച്ചത് കൊണ്ടാണ് സ്ത്രീകളെ പള്ളിയിൽ കൊണ്ടുപോകണമെന്ന് നിങ്ങൾ വാദിക്കുന്നതെങ്കിൽ 1920 തന്നെ നിങ്ങൾ അത് വാദിക്കണം. അത് നിങ്ങൾ വാദിച്ചത് 1952 അപ്പോ 52 വരെ നിങ്ങൾക്ക് ഖുർആനിലോ സുന്നത്തിലോ പെണ്ണുങ്ങൾ പള്ളിയിൽ പോകണമെന്നതിന് തെളിവ് കിട്ടിയില്ല. 30 കൊല്ലം കഴിഞ്ഞിട്ട് 52 എത്തിയപ്പോ ഉമ്മർ മൗലവിന്റെ ഓഫീസിക്ക്, MCസിന്റെ ഓഫീസിക്ക് ആയത്തിറങ്ങി, ജിബിരിയിൽ ഇറങ്ങി, അല്ലെങ്കിൽ റസൂലുള്ള ഹദീസ് കൊടുത്തു എന്നാണോ നിങ്ങൾ പറയുന്നത്? പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ മുഖാമുഖത്തിന്റെ വിജയത്തിന് മങ്ങലേൽപ്പിക്കുന്നതിന് വേണ്ടി പല അപശബ്ദങ്ങളും പല ഭാഗത്തു നിന്നും പുറത്തു വരുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. അത്തരം അപശബ്ദങ്ങൾക്കെതിരിൽ പ്രതികരിക്കാതിരിക്കുക, സഹിച്ച് ക്ഷമിച്ചിരിക്കുക എന്നതാണ് നമ്മുടെ പരിപാടിയുടെ വിജയം എന്ന തിരിച്ചറിവ് നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് എന്ത് അപശബ്ദങ്ങൾ ഏത് ഭാഗത്തു നിന്നും ഉണ്ടായാലും പ്രവർത്തകരാകുന്ന, ശ്രോതാക്കളാകുന്ന നമ്മൾ ഇത് കേൾക്കാൻ വന്നവരാണ്, മറുപടി ശ്രവിക്കുകയും സംശയമുണ്ടെങ്കിൽ ചോദിക്കുകയുമാണ് വേണ്ടത്. അത്തരം അപശബ്ദങ്ങൾ സഹിച്ച് ക്ഷമിച്ചിരിക്കണമെന്ന് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾ നേരത്തെ ലേഖനങ്ങളൊക്കെ വായിച്ചു. ഞങ്ങൾ സ്ത്രീകളെ അതവ് പഠിപ്പിക്കാറുണ്ട്, ശരി തന്നെയാണ്. പ്രവാചകൻ പറഞ്ഞല്ലോ, വലാ തഖ്റുജുന്ന തഫിലാത്ത്, അവർ അനാർഭാടമായി പുറപ്പെട്ടുകൊള്ളട്ടെ, അല്ലെങ്കിൽ സുഗന്ധം പൂശാതെ പുറപ്പെട്ടുകൊള്ളട്ടെ. ഞങ്ങൾ വെറുതെ അല്ല പറഞ്ഞു, പ്രവാചകൻ അനുവദനീയമാക്കി ഒരു കാര്യം ഞങ്ങൾ എങ്ങനെയാണ് ഹറാമാക്കുക. പ്രവാചകൻ പറഞ്ഞു, ആയിഷ റളിയല്ലാഹു റിപ്പോർട്ട് ബുഖാരിയിലുള്ളതാണ്. ആയിഷ റളിയല്ലാഹു ഖാലത്ത് കുന്ന നിസാഉൽ മുഅ്മിനാത്തി യശ്ഹദന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തുൽ ഫജ്ർ മുതലഫിയാത്തിൻ ബിമുറൂതിഹിന്ന ثم ينقلبن الى بيوتهن حين يقضين الصلاه لا يعرفن احد من الورث കുന്ന നിസാഉൽ മുഅ്മിനാത്തി, ഉമ്മത്തുകളായ സ്ത്രീകളായിരുന്നു യശ്ഹദന മഅ റസൂലില്ലാ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഹാജരായിരുന്നു. സ്വലാത്തുൽ ഫജ്രി, സുബഹി നമസ്കാരത്തിന് മുതലഫിയാത്തിൻ ബിമുറൂതിഹിന്ന, അവരുടെ മൂടുപടം അണിഞ്ഞുകൊണ്ട്. സുമ്മ യൻകലിബിന, പിന്നെ അവർ പിരിഞ്ഞു പോയത് ഇലാ ബുയൂതിഹിന്ന, അവരുടെ വീടുകളിലേക്ക്. ഹീന യഖദീന സ്വലാ, നമസ്കാരം കഴിഞ്ഞ ഉടനെ. ലാ യഅരിഫുന്ന അഹദും മിനൽ വറസി, കൂരിരുട്ട് നിമിത്തം ആരും അവരെ അറിഞ്ഞിരുന്നില്ല. ഇത് ബുഖാരിയിലെ ഹദീസാണ്, മുസ്ലിമിലുണ്ട്. മുസ്ലിമിൽ 210 ഹദീസാണ്, ബുഖാരിയിൽ 528. ബുഖാരിയിലുള്ള ഹദീസിനെ കുറിച്ച് പണ്ഡിതന്മാർ വളരെ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്. ആ പറയുന്നത് ഇസ്ലാമിന്റെ ആദ്യകാലത്തായിരുന്നു. ബഹുമാനപ്പെട്ട ഇമാം റാസി തന്റെ തഫ്സീറുൽ കബീറിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതിന് പുറമെ ബഹുമാനപ്പെട്ട അബൂബക്കർ കാസാനി തന്റെ അലാഉദ്ദീൻ അബൂബക്കർ കാസാനി തന്റെ ബദായിഉൽ സനായി എന്ന ഗ്രന്ഥത്തിന്റെ 1-ാമത്തെ വാല്യം 125-ാമത്തെ പേജിൽ അദ്ദേഹവും പറഞ്ഞു, വകാന ദാലിക ഫിൽ ഇബ്തിദാ, ഇങ്ങനെ സ്ത്രീകൾ പള്ളിയിലേക്ക് വരിക എന്ന പരിപാടി ഫിൽ ഇബ്തിദാ, ആരംഭത്തിലായിരുന്നു, ഇസ്ലാമിന്റെ ആദ്യകാലത്തായിരുന്നു. പെണ്ണുങ്ങൾ പള്ളിയിലേക്ക് വന്നിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലാണ് ഈ പറഞ്ഞ ഹദീസുള്ളത്. ഇസ്ലാമിന്റെ ആദ്യകാലത്ത് നടന്നത് ഇപ്പോൾ രേഖയാക്കുന്നത് ശരിയല്ല സുഹൃത്തേ. ഇതേ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം നബവി വിശദീകരിച്ചു. പക്ഷേ ഈ
ഈ ഹദീസ് വിശദീകരിച്ചപ്പോ അദ്ദേഹം അങ്ങനെ പറഞ്ഞില്ല. ഈ ഹദീസിലുണ്ട് അതിലുണ്ട് ജവാസ് ഹുദൂരി നിസാ, സ്ത്രീകൾ ഹാജരാവൽ ജായിസാണെന്ന് മിനത്തിൽ മസ്ജിദ് പള്ളി. അവിടെ എന്താ ഇമാം നബവി അങ്ങനെ വ്യക്തമാക്കേണ്ടിയിരുന്നു നമ്മളെ പഠിപ്പിക്കാൻ? ഇമാം നബവി പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിഞ്ഞിട്ടില്ല എന്നാ ഇമാം നബവി പറഞ്ഞത്. ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നു സ്ത്രീകളിലേക്ക് പള്ളിയിലേക്ക് പോവൽ അനുവദനീയമാണ്. അതുകൊണ്ടാണല്ലോ അക്കാലത്ത് പോയത്. ഇക്കാലത്ത് പോകാം എന്ന് ഇമാം നബവി പറഞ്ഞിട്ടുണ്ടോ? ഇക്കാലത്ത് പെണ്ണുങ്ങൾക്ക് പോകാമെന്ന് ഇമാം നബവി അതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗം ഒന്ന് വായിക്കൂ. അതിന്റെ നമുക്ക് പറയാം. അത് പാടില്ലാതെ എവിടെ പറഞ്ഞു നിങ്ങൾ ചോദിച്ചാലും ഞാൻ മറുപടി പറയാം. ഇപ്പൊ വായിച്ച ഇബാറത്തിൽ ഇക്കാലത്ത് പോകാം എന്ന അർത്ഥം കുറിക്കുന്ന ഭാഗം ഒന്നിന് വായിച്ചാൽ അപ്പൊ വായിച്ച ഇബാറത്തിൽ നിക്ക് മറ്റൊക്കെ പിന്നെ വായിക്കാം. നിങ്ങൾ ഇമാം നബവിയുടെ ഇബാറത്തിൽ പറഞ്ഞത് ഇക്കാലത്ത് പോകാം എന്ന് വായിച്ച ആ ഭാഗം ഒന്നിന് വായിക്കൂ. അതൊക്കെ നമുക്ക് പിന്നീട് പറയാം. രണ്ടാമത് ചോദിച്ചോളി, എത്ര സമയം നിങ്ങൾക്ക് അനുവദിച്ചു തരാം. ആ പറഞ്ഞ ഇബാറത്തിൽ ഇക്കാലത്ത് പോകാം എന്ന് എവിടെയാണുള്ളത് ചോദ്യം? ഓ ശരി, ഇപ്പൊ മനസ്സിലായി. വിശദീകരിക്കേണ്ട ആള് വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ അതൊക്കെ കണ്ട ആളുകൾ തന്നെയാണ്. ബഹുമാനപ്പെട്ട കാസാനി, ഇമാം റാസി തന്റെ തഫ്സീറുൽ കബീർ അവരതൊക്കെ കണ്ടതാ. അവരൊക്കെ കണ്ടിട്ട് തന്നെ അവരൊക്കെ വിശദീകരിക്കുന്നത്. പിൽക്കാലത്തുള്ള പണ്ഡിതൻ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി തന്റെ അൽ ഫതാവ അൽ കുബ്ര, ഇമാം നബവിയുടെ ആ കിതാബും അതിന്റെ അപ്പുറമുള്ള എല്ലാ കിതാബും കണ്ടയാളാ. എന്നിട്ടാണ് അവർ പറയുന്നത് കണ്ടോ, ഇമാം നബവി ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി ഈ 984 എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ വഫാത്തായ വ്യക്തിയാണ്. ആ മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമിയുടെ ഫതാവ അൽ കുബ്ര ഇമാം നബവിയുടെ ശറഹുൽ മുസ്ലിം ഒക്കെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ മറുപടി പറയുന്നു, ഹറാമാണ്, ഹറാമാണ്. ഇതിന്റെ 198, 99, 200 പേജുകളിൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി ഏകദേശം 500-600 വർഷം മുമ്പുള്ള മഹാനായ പണ്ഡിതൻ, സുന്നികൾ പറഞ്ഞതല്ല, ആ മഹാനായ പണ്ഡിതൻ സമസ്തക്കാര് പറഞ്ഞതല്ല, ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി പറഞ്ഞു. അതുകൊണ്ട് ഇക്കാലത്ത് പോകൽ ഹറാമാകുന്നു, പോകൽ ഹറാമാകുന്നു. ഇബ്നു ഹജർ അൽ ഹൈതമി ഈ പറഞ്ഞത് തന്റെ ഫതാവൽ കുബ്രയുടെ 204-ാമത്തെ പേജ്, 203-ാമത്തെ പേജ് ഇതിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കണ്ട ആളുകൾ വിശദീകരിച്ചത് അങ്ങനെയാണ്. ആ വിശദീകരണം കൂടി നിങ്ങൾ ഉൾക്കൊള്ളാനുള്ള സന്മനസ്സുണ്ടാവുക. എല്ലാരും പറഞ്ഞതും ഈ പറഞ്ഞതൊക്കെ കണ്ട ആളെയാണ് ഇബ്നു ഹജർ അൽ ഹൈതമി എന്നാണ് ഞാൻ മറുപടി പറയുന്നത്. ഇത് ബുഖാരി എന്താ ഹെഡിങ് കൊടുത്തു പറയാം, ബാബു സുർഅത്ത് ഇൻസിറാഫി നിസാഇ മിനസ് സുബ്ഹി വ ഖില്ലത്തി മഖാമിഹിന്ന ഫിൽ മസ്ജിദി. എന്താണ് അതിന്റെ അർത്ഥം? ബാബു സുർഅത്ത് ഇൻസിറാഫി നിസാഇ മിനസ് സുബ്ഹി, സുബ്ഹിസ്കാരത്തിൽ നിന്ന് സ്ത്രീകൾ പെട്ടെന്ന് പിരിഞ്ഞു പോകാൻ, വ ഖില്ലത്തി മഖാമിഹിന്ന ഫിൽ മസ്ജിദ്, കുറച്ചു നേരം അവിടെ ഇരിക്കാൻ പാടുള്ളൂ. പോകൽ പറ്റുന്നോ പറ്റൂലെന്നോ അല്ല, അത് പറയാം. ഇമാം നബവി വായിച്ചതിന്റെ അർത്ഥം എന്ന് പറയും. നിങ്ങൾക്ക് ഇതാണ് പറ്റിയത്. പണ്ഡിതന്മാർ പറഞ്ഞ എല്ലാ ഇബാറത്തും കൂടി നോക്കി അതിന്റെ ശരിയായ വിശദീകരണവും വ്യാഖ്യാനവും പറയുന്നില്ല. എന്താണ് അർത്ഥം പറ്റി? ബാബു സുർഅത്തിൽ നിസായി അർത്ഥം പറ്റി. നമസ്കാരത്തിൽ നിന്ന് സ്ത്രീകൾ പെട്ടെന്ന് പിരിഞ്ഞു പോകണം എന്നതിന് പോകണം. അത് എവിടെ കിട്ടി? അത് ഏതിന്റെ അർത്ഥം? പോകണം. നിങ്ങൾ നമ്മളെ വിവരമുള്ളവരെ മുമ്പിൽ വെച്ച് ദുർവ്യാഖ്യാനം നടത്തണ്ട. മുജാഹിദുകളെ മുമ്പിൽ വെച്ച് ദുർവ്യാഖ്യാനം നടത്തിക്കോളി. ആഹാ, ഞങ്ങൾ 10 കൊല്ലം ഖുർആനും സുന്നത്തും പഠിച്ചിട്ട് അതിന് നടക്കരുത്, വെറുതല്ല. ഞങ്ങളെ മുമ്പിൽ വിലപ്പോകൂല. അതിന്റെ അർത്ഥം എന്താ വെക്കി? നിങ്ങൾക്ക് അർത്ഥം അറിയില്ലെങ്കിൽ ഞങ്ങൾ പഠിപ്പിച്ചു തരാം. ആഹാ, പോണ്ടാന്ന് നടക്കട്ടെ, നമ്മൾ അത് പിന്നെ തീരുമാനിക്കാം. പോണെന്ന് എവിടെ നിന്ന് കിട്ടി? നിങ്ങളാളെ പോയി വ്യാഖ്യാനിച്ചത്. പോവണം എന്ന് ഏതിന്റെ അർത്ഥം? അല്ല, അതൊക്കെ നിങ്ങളെ ഗവേഷണം ഞങ്ങൾക്ക് ആവശ്യമില്ല. കാരണം നിങ്ങളെക്കോട്ടിൽ നന്നായി ഗവേഷണം ചെയ്യാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിയും. നിങ്ങളുടെയും നമ്മളെ ഗവേഷണമല്ലല്ലോ വേണ്ടത്. പണ്ഡിതന്മാർ ഇതേക്കുറിച്ച് എന്തു പറഞ്ഞു? ഞാൻ ഗവേഷണം ചെയ്തല്ല. അതിന് ഞങ്ങൾ പറയും അതിന്റെ അർത്ഥം ഇങ്ങനെ പോകൽ അനുവദനീയമാണ് എന്ന് ഇമാം നബവി ഇമാം ബുഖാരി അതിൽ എവിടെ പറഞ്ഞത്? ഏതിന്റെ അർത്ഥം? അങ്ങനെ കുറെ നോക്കാണ്ട്. ഇനിയിപ്പോ ഇതും നോക്കാൻ വെച്ചു. അങ്ങനെ ഒരുപാട് നിങ്ങൾ നോക്കണം. വിശദീകരണം എടുത്ത് നോക്കി. അപ്പൊ അനുവദനീയമാണെന്ന് കണ്ടത്. അനുവദനീയം എന്ന് പറയുന്നത് ഈ ബാബിന്റെ അർത്ഥം. അത് ചോദ്യം അതാണ്. ഇമാം ബുഖാരി ഹെഡിങ് ഇട്ടു, അതിൽ പോകണം എന്ന് എവിടെ പറഞ്ഞു എന്ന ചോദ്യം. എന്നാ ഹബീബ സുഹൃത്തെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇമാം ബുഖാരിയുടെ വ്യാഖ്യാനം സഹീഹിന് അതിലുള്ള ഇസ്തിലാഹാത്തുകൾ, സാങ്കേതിക പ്രയോഗങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഇബ്നു ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഫത്ഹുൽ ബാരി എഴുതിയ മഹാനവറുകൾക്ക് സ്വന്തം ഒരു കിതാബുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഹദിയുസ്സാരി ഇലാ മുഖദ്ദിമത്തി ഫത്ഹുൽ ബാരി എന്നാണ് അതിന്റെ പേര്. അതിന് ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി 500ഓളം പേജ് വരുന്ന ഒരു മുഖദ്ദിമ, എന്തിന്
തന്റെ ശേഷം എഴുതാൻ പോകുന്ന 10-15ഓളം ബാല്യങ്ങളുള്ള ഫത്ഹുൽ ബാരിയുടെ സാങ്കേതിക പ്രയോഗങ്ങൾ, ഇമാം ബുഖാരിയുടെ സാങ്കേതിക പ്രയോഗങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു മുഖദ്ദിമുണ്ട്. അതൊക്കെ ഒന്ന് നോക്കിയിട്ട് മതി നമ്മൾ ഇത് ജനങ്ങളെ മുശ്രിക്കാക്കല്. ഞാൻ പറയുന്നത് മനസ്സിലാവുണ്ടോ? അതിൽ പറയുന്നത് കാണാം, ഈ ഇമാം ബുഖാരി ചിലപ്പോ നിസ്കാരത്തിന്റെ ബാബിൽ ഹൈലിന്റെ ഹദീസ് കൊണ്ടുവരും, ഹജ്ജിന്റെ ബാബിൽ ഹൈലിന്റെ ഹദീസ് കൊണ്ടുവരും, അല്ലെങ്കിൽ തൊവാഫിന്റെ ബാബില് തൊവാഫിന്റെ അധ്യായത്തില് നോമ്പിന്റെ ഹദീസ് കൊണ്ടുവരും. അതിന്റെ ഒക്കെ അർത്ഥം തൊവാഫ് ചെയ്യുമ്പോ അല്ലെങ്കിൽ നിസ്കരിക്കുമ്പോ നോമ്പ് വെക്കുക, നിസ്കരിക്കുമ്പോ ഹജ്ജ് ചെയ്യാം, ഹജ്ജ് ചെയ്യുമ്പോൾ നിസ്കരിക്കാം എന്നൊന്നുമല്ല അതിന്റെ അർത്ഥം. ഇമാം ബുഖാരി തന്റെ സഹീഹിൽ കൊണ്ടുവരുന്ന ഹദീസുകൾ തമ്മിലുള്ള ബന്ധവും അത് തന്റെ ശരിയായ റൂട്ടും ശൈലിയുമൊക്കെ നമ്മൾ സ്വന്തമായി ഗവേഷണം ചെയ്താൽ അത് വലിയ അബദ്ധമായിരിക്കും. അതുകൊണ്ട് ഇതൊക്കെ കണ്ട പണ്ഡിതന്മാര് പറയുന്നത് ഒന്നുകിൽ നിങ്ങൾ ഉദ്ധരിക്കുക, അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ ഹദീസ് ഉദ്ധരിക്കുക. രണ്ടുമല്ലാതെ നിങ്ങളെ വക വ്യാഖ്യാനം ഇവിടെ ആവശ്യമില്ല. ഞങ്ങളിത് പറയുന്നത് ഞങ്ങളെ വക സ്വന്തമല്ല. ഹിജ്റ 587 വഫാത്തായ ബഹുമാനപ്പെട്ട കാസാനി ഇമാം പറഞ്ഞതാണ് ഞങ്ങൾ ഒരിക്കൽ ഉദ്ധരിച്ചത്. ഹിജ്റ 984 ഓർമ്മ. ഇബ്നു ഹജർ ലൈസമി മഹാനവറുകൾ വഫാത്തായ ആ കാലത്ത് വഫാത്തായ ഏകദേശം 500 വർഷം മുമ്പ് ജീവിച്ച മഹാനായ ഇബ്നു ഹജർ ലൈസമി പറഞ്ഞതാണ് ഞങ്ങൾ പറയുന്നത്. ഇവരിതൊക്കെ പറയാൻ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞതും ഇമാം നവവി ശർഹുൽ മുസ്ലിമിൽ പറഞ്ഞതും ഒക്കെ കണ്ട് അതൊക്കെ പഠിച്ചു മനസ്സിലാക്കിയ ആളുകളാണ് ഇവരൊക്കെ. എന്നിട്ടാണ് ഇവര് ഹറാമാണ് എന്ന് പറയുന്നത്, കാണാതെയല്ല. അപ്പൊ വെറുതെ പറയില്ല സുഹൃത്തെ, ഇത് ചിന്തിക്കാനുള്ള ഉൾക്കൊള്ളാനുള്ള ഒരു വിശാലത നമുക്ക് വേണം. സ്ത്രീകൾ പള്ളിപ്രവേശം നെസ്ക് ചെയ്തു എന്ന് നിങ്ങൾ പറഞ്ഞു, ഏത് കിതാബ് ഞാൻ മറന്നുപോയി. ഞങ്ങൾ പറഞ്ഞ കിതാബിലാണ് കാണിച്ചു തരും. ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ അടുത്ത ചോദ്യം ചോദിച്ചോളി. അടുത്ത ചോദ്യം ചോദിച്ചോളൂ. ഇത് നമ്മളിപ്പോ പറഞ്ഞുതരാം, നിങ്ങൾ വിഷമിക്കണ്ട. പറഞ്ഞുതരാന്ന് പറഞ്ഞാൽ പറഞ്ഞു തരൂ. ഞാൻ ചോദിച്ചു മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതെ, സന്തോഷമാണ്. നമുക്കത് പറഞ്ഞു തരുന്നതിൽ വല്ലാത്തൊരു സന്തോഷമുണ്ട്. നിങ്ങളത് മനസ്സിലാക്കുന്നു കരുതിയിട്ട്. പഠിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അല്ലാഹു തആല നിങ്ങൾക്ക് അതിന് തൗഫീഖ് ചെയ്യട്ടെ. ഇമാം റാസിയുടെ 4ാമത്തെ വാല്യം തഫ്സീറുൽ കബീറിന്റെ 4ാമത്തെ വാല്യം 135-ാമത്തെ പേജ്. 4ാമത്തെ വാല്യം 135-ാമത്തെ പേജ്. അവരൊന്നും ഖുർആനും സുന്നത്തും തിരിയാത്തവരല്ല, ഹദീസുകളൊക്കെ നല്ല പരിചയമുള്ളവരാണ്. അവരാണിത് പറയുന്നത്. ശരി. തീരുമാനിച്ച ആൾക്കാർ കഴിഞ്ഞ അടുത്ത ആൾക്കാർ കൊടുക്കി. അസ്സലാമലൈക്കും. പേരൊക്കെ പറയും. പേര് റഫീഖ്. ഇവിടെ ഉദൂനി അസ്തജിബിലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന ഇബാദത്തി സയദഖുലൂന ജഹന്നമ ദാഖിലീൻ എന്നതിന്റെ അർത്ഥം, ഒരു സ്ഥലത്ത് നിങ്ങൾ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുക, എന്നെക്കുറിച്ച് എന്നെ ആരാധിക്കുന്നതിനെ സംബന്ധിച്ച് അഹങ്കരിക്കുന്ന ആളുകൾ അവര് നരകത്തില് നിന്നരായിക്കൊണ്ട് പ്രവേശിക്കുമെന്ന് പറഞ്ഞു. അതില് പ്രാർത്ഥന തന്നെയാണ് ഇബാദത്ത് എന്നത് അതിൽ വിശദീകരിക്കുന്നുണ്ടോ? അതൊരു ചോദ്യം. പിന്നെ ഒരു ചോദ്യം കഴിയട്ടെ. ഒരു ചോദ്യം അതെ, ഇതുമായി ബന്ധപ്പെട്ടതാ. അതെ, ആ ചോദിക്കും. വേറെയാണ്. അപ്പോ നമ്മള് പഴയ വിഷയത്തിൽ എത്തി, നമ്മളെ തൗഹീദിൽ എത്തി. ചോദ്യം ഇപ്പൊ പറഞ്ഞത് ചോദ്യം ആളുകൾക്ക് മനസ്സിലായില്ലെങ്കിൽ വിശദീകരിക്കുന്നു. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, എന്ത്? അള്ളാഹുവിന് ഇബാദത്തെടുക്കുന്നവരെ എന്നിനെ തൊട്ട് അഹങ്കരിക്കുന്ന ആളുകൾ കാഫറുകളാകുന്നു, അവര് നിന്ദ്യരായിക്കൊണ്ട് നരകത്തിൽ പ്രവേശിക്കും എന്ന് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു. പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന എന്നതിന്റെ വിശദീകരണത്തിലും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വളരെ വ്യക്തമായി ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു തആല ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുന്നത് ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ അഥവാ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നവര് നിന്ദ്യരായി നരകത്തിൽ കിടക്കുമെന്നാണ്. പ്രാർത്ഥന ആരാധനയാണെന്നും പറയുന്നു. അപ്പോ ഒരു പ്രാർത്ഥന എപ്പോഴാണ് ആരാധനയാവുക? നമ്മൾ പയോടത്തേക്കാണ് പിന്നെ എത്തുന്നത്, നമ്മളെ സമതീയത്തേക്കാണ് പിന്നെ നമ്മൾ വരാൻ പോണത്. ഒരു പ്രാർത്ഥന എപ്പോഴാണ് ആരാധനയാവുക?
പ്രാർത്ഥന ആരാധനയാകണമെങ്കിൽ പ്രാർത്ഥിക്കപ്പെടുന്ന ശക്തി സ്വയം പര്യാപ്തനാണ് എന്ന് വിശ്വസിക്കണം. ഇത് നേരത്തെയുള്ള വിശദീകരണം നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ബോധ്യപ്പെടും. പ്രാർത്ഥിക്കപ്പെടുന്ന ശക്തി സ്വയം പര്യാപ്തനാണ് എന്ന് വിശ്വസിക്കുമ്പോൾ മാത്രമേ പ്രാർത്ഥന ആരാധനയാവുകയുള്ളൂ. അല്ലെങ്കിൽ ആ പ്രാർത്ഥന കേവലം അപേക്ഷ മാത്രമാണ്, കേവലം അർത്ഥന മാത്രമാണ്, കേവലം സഹായാർത്ഥന മാത്രമാണ്. അത് പ്രാർത്ഥനയുടെ വിവാദത്തിന്റെ പരിധിയിൽ വരില്ല. അപ്പോൾ ഒരു അർത്ഥന, ഒരു അപേക്ഷ, ഒരു പ്രാർത്ഥന അത് ആരാധനയുടെ പരിധിയിൽ വരണമെങ്കിൽ പ്രാർത്ഥിക്കപ്പെടുന്ന ശക്തി സ്വയം പര്യാപ്തനാണ് എന്ന് വിശ്വസിക്കണം. ഇതാര് പറഞ്ഞു? ബഹുമാനപ്പെട്ട ഇമാം റാസി റഹ്മത്തുള്ളാഹി കബീറിന്റെ 14-ാമത്തെ വാള്യം 105-ാമത്തെ പേജിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദുആഉ, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അതിനെ സംബന്ധിച്ച് വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി പറയുന്നു, യുഫീദു, പ്രാർത്ഥന ഫലം ചെയ്യുന്നുണ്ട്, മഅരിഫത ദില്ലത്തിൽ ഉബൂദിയ്യത്തി, ഞാൻ അടിമയാകുന്നു, ഞാൻ പ്രാർത്ഥിക്കപ്പെടുന്നവന്റെ അടിമയാകുന്നു എന്ന എളിമത്തരത്തോടെയുള്ള സമ്മതത്തെ, മഅരിഫത്തിനെ ഈ പ്രാർത്ഥന ഉൾക്കൊള്ളുന്നുണ്ട്. വയുഫീദു, പ്രാർത്ഥന ഫലം ചെയ്യുന്നുണ്ട്, മഅരിഫത ഇസ്സത്തർ റുബൂബിയ്യത്തി, അല്ലാഹുവിന്റെ റബ്ബാകുന്ന അല്ലാഹുവിന്റെ ഇസ്സത്തിനെ, അല്ലാഹു റബ്ബാണ് എന്ന് അംഗീകരിക്കലിനെയും ഫലം ചെയ്യുന്നുണ്ട്. അപ്പോ അല്ലാഹു റബ്ബാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട്, ഞാൻ അവന്റെ അടിമയാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് നാം അല്ലാഹുവിനോട് സഹായം ചോദിക്കുന്നു. ആ സഹായം പ്രാർത്ഥനയാണ്, ആ സഹായം ചോദിക്കൽ പ്രാർത്ഥനയാണ്. അപ്പോൾ ഇതേപോലെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അടിമയാണ് ഞാന്, ആ വ്യക്തി എന്റെ റബ്ബാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു വ്യക്തിയോട് സഹായം ചോദിക്കുമ്പോഴാണ് അത് പ്രാർത്ഥനയാവുക. ആ പ്രാർത്ഥനയാണ് ആരാധനയാവുക. അതാണ് അല്ലാഹു അല്ലാത്തവർക്ക് ചെയ്യുമ്പോൾ ശിർക്കാവുക. അപ്പോൾ ഒരു പ്രാർത്ഥനയാകണമെങ്കിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തി പ്രാർത്ഥിക്കപ്പെടുന്ന ശക്തിയുടെ അടിമയാണെന്നും ഈ പ്രാർത്ഥിക്കപ്പെടുന്ന ശക്തി സ്വയം പര്യാപ്തതയുള്ള റബ്ബാണെന്നും പടച്ചവനാണെന്നും ആരാധ്യനാണെന്നും ഇലാഹാണെന്നും വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് നടത്തുന്ന അർത്ഥനയ്ക്ക് മാത്രമേ പ്രാർത്ഥന എന്ന് പറയുകയുള്ളൂ, അതിന് മാത്രമേ ആരാധന എന്ന് പറയുകയുള്ളൂ, അത് മാത്രമേ ശിർക്കാവുകയുള്ളൂ. അല്ലാത്തവരോട് നടത്തുന്നത് പ്രാർത്ഥനയല്ല, ആരാധനയല്ല, അതുകൊണ്ട് ശിർക്കും അല്ല. ഈ പറഞ്ഞതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാല്. ഈ യസ്തക്ബിറൂന എന്ന് പറഞ്ഞത് ആരാണ് അവിടെ? യസ്തക്ബിറൂന എന്ന് പറഞ്ഞതിന്റെ ആളുകൾ പിന്നെ ഉമർ മൗലവി കാഫിറാക്കി എന്ന് പറഞ്ഞു. എനിക്ക് സംശയം തോന്നി, എവിടെ വായിച്ചത് പോലെ നേരത്തെ ഇപ്പോൾ നമ്മളൊരു ആയത്തർത്ഥം വെച്ച് ചർച്ച ചെയ്തല്ലോ. അല്ല, ഞാൻ അതിന്റെ അർത്ഥം അറിയാനാണ്, നിങ്ങളെ ഉദ്ദേശം എന്താന്ന് ചോദിക്കാൻ വേണ്ടിട്ട് ചോദിച്ചതാണ്. ഞാൻ അതിന്റെ എന്താണ് ഒന്നും പറയില്ല, ഞാൻ നിങ്ങളെ വിശദീകരണം എന്താണെന്നാ ചോദിച്ചാൽ നിങ്ങൾ മറുപടി പറഞ്ഞ് അത് ഞാൻ എനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുമെങ്കിൽ ഉൾക്കൊള്ളൂ, അല്ലെങ്കിൽ ഉൾക്കൊള്ളൂല. രണ്ടാമതൊന്നും പറയില്ല. നന്ദി നന്ദി. അസ്സലാമു അലൈക്കും. ആദം നബി അലൈഹിസ്സലാമും നൂഹ് നബി അലൈഹിസ്സലാമും അതുപോലെ തന്നെ ശുഐബ് നബിയും ഇബ്രാഹിം നബിയും മറ്റ് എല്ലാ പ്രവാചകന്മാരും തന്നെ പ്രാർത്ഥിച്ചത് സർവശക്തനായ അള്ളാഹുവിനോടാണ്. അവിടെ യാതൊരു ഔലിയാക്കന്മാരെയോ മറ്റാരെയോ സഹായത്തിനായിട്ട് അവരാരും തന്നെ വിളിച്ചിട്ടില്ല. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഉസാബത ലം തുഅബദ് ഫിൽ അർളി എന്ന് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ സർവശക്തനായ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോഴും ഇന്ന് നമ്മൾ സുന്നി പ്രസ്ഥാനം പറയുന്നത് പോലെ മുഹീദ്ദീൻ ശൈഖ് അദ്ദേഹം അള്ളാഹുവിന്റെ ഔലിയാണ് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അദ്ദേഹത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെക്കാളും വലിയ ഔലിയായ എന്ന് പറഞ്ഞാൽ ഈ മുഹീദ്ദീൻ ശൈഖിനെക്കാളും വലിയ ഔലിയായ ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് വെച്ചുകൊണ്ട് എന്തുകൊണ്ട് പ്രാർത്ഥിച്ചില്ല? ഇതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കുന്നത് മുഴുവൻ പ്രവാചകന്മാരും പ്രാർത്ഥിച്ചതുപോലെ, പ്രവാചക പുങ്കവനും പ്രാർത്ഥിച്ചതുപോലെ സർവശക്തനായ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയല്ലേ അതല്ലേ ഏറ്റവും ഉത്തമം? അതോ മറ്റൗലിയാക്കളെ കൂടി വിളിച്ച് പ്രാർത്ഥിക്കുന്നതോ? ശുഐബ് നബി അലൈഹി സ്വലാമും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട്, ഇബ്രാഹിം നബിയും അള്ളഹാനോട് ദുആറുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മറ്റുള്ള ആൾക്കാരോടൊന്നും സഹായം ചോദിക്കാൻ പാടില്ല കഴിഞ്ഞിട്ടില്ല. സബൂർ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളഹാനോട് ദുആറുന്നു എന്ന് പറഞ്ഞ ആയത്ത് ഓതണമെങ്കിൽ അള്ളഹാനോട് ദുആർക്കാൻ പാടില്ല എന്ന് സുന്നികൾ പറയണ്ടേ?
അള്ളാഹുവിനോട് ദ്വാരക്കാൻ പാടില്ല എന്ന് സുന്നികൾ വാദിച്ചെങ്കിലല്ലേ ഇബ്രാഹിം നബി കൂട്ടരെ അള്ളഹാനോടാ ദ്വാരുന്നത്? ഇബ്രാഹിം നബി അള്ളഹാനോടാ ദ്വാരുന്നത്, ഷുഹൈബ് നബി അള്ളഹാനോടാ ദ്വാരുന്നത്, നൂഹ് നബി അള്ളഹാനോടാ ദ്വാരുന്നത്, മറ്റൊരു അള്ളഹാനോടാ ദ്വാരുന്നത് എന്ന് പറയണമെങ്കിൽ അള്ളഹാനോട് ദ്വാരക്കാൻ പാടില്ല എന്ന് സുന്നികൾ പറയണ്ടേ? സുന്നികൾ അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ പാടില്ലെന്ന് പറയുന്നവരല്ല. ഈ സ്റ്റേജിൽ ഞങ്ങൾ മുഖാമുഖം ആരംഭിച്ചത് അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടാണ്. ഞങ്ങളെ മാതിരി കൂട്ടരെ മുജാഹിദീങ്ങൾ ദ്വാരക്കലുണ്ടോ? 5 വക്ത് നിസ്കാരം കഴിഞ്ഞാൽ അള്ളഹാനോട് ദ്വാരക്കുന്ന ആൾക്കാരാണ് സുന്നികൾ. മൂടും തട്ടി നീച്ചു പോകുന്ന ആൾക്കാർ അള്ളഹാനോട് ദ്വാരക്കലില്ല സുന്നികൾ എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമാണുള്ളത്? അപ്പോൾ അള്ളാഹുവിനോട് ദ്വാരക്കാൻ പാടില്ല എന്ന് ഇവിടെ ആരും ബാധിച്ചിട്ടില്ല. അതാണ് പ്രവാചകന്മാര് പഠിപ്പിച്ചതും. അവര് ദുആ ചെയ്തു, അള്ളാഹുവിനോട് ദുആ ചെയ്തു. പക്ഷെ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ തന്നെ അവരാരും പറഞ്ഞിട്ടില്ല മഹാത്മാക്കളോട് സഹായം ചോദിക്കാൻ പാടില്ലെന്ന്. പിന്നെ നിങ്ങൾ അവിടെ കാണിച്ച ചെറിയൊരു തട്ടിപ്പുണ്ട്. അതെന്താണെന്നറിയോ? അള്ളാഹുവിനോടുള്ള ദുആയും അതുപോലെ തന്നെ മഹാത്മാക്കളോടുള്ള സഹായ അഭ്യർത്ഥനയും നിങ്ങൾ ഒരു തട്ടിൽ വെച്ച് വായിച്ചു. ഇത് ശരിയല്ല. ഇതിന്റെ വിശദീകരണം ഞാൻ വ്യക്തമായി നേരത്തെ നൽകിയിട്ടുണ്ട്. പ്രാർത്ഥന എന്ന് മലയാളത്തിൽ പറയുക സ്വയം പര്യാപ്തത ആരോപിച്ചുകൊണ്ട് നടത്തുന്ന അഭ്യർത്ഥനയ്ക്ക് മാത്രമേ പ്രാർത്ഥന എന്ന് മലയാളത്തിൽ പറയുകയുള്ളൂ. അതേ സമയത്ത് സ്വയം പര്യാപ്തത ആരോപിക്കാതെ നടത്തുന്ന അർത്ഥനയ്ക്ക് സഹായാർത്ഥനയ്ക്ക് പ്രാർത്ഥന എന്ന് പറയാറില്ല. അതിന് അർത്ഥന, അപേക്ഷ എന്നൊക്കെയാണ് പറയാറുള്ളത് എന്ന് ഞാൻ പറഞ്ഞു. ഇനി മറ്റൊന്നുകൂടി പറയാം. ഒരാൾ സ്വയം പര്യാപ്തത ആരോപിച്ചുകൊണ്ട് നടത്തുന്ന പ്രാർത്ഥനയ്ക്ക് അർത്ഥന എന്ന് പേരിട്ടു എന്ന് നമ്മൾ സങ്കല്പിക്കാം. ഒരാൾ അർത്ഥന എന്നാ പേരിട്ടത്. എന്തിന്? സ്വയം പര്യാപ്തത സമർപ്പിച്ചുകൊണ്ട് തന്നെ നടത്തുന്ന സഹായാർത്ഥനയ്ക്ക് പ്രാർത്ഥനയ്ക്ക് ഒരാൾ അർത്ഥന എന്ന് പേരിട്ടു. എന്നാൽ അത് ശിർക്കാകാതിരിക്കൂല. കാരണം എന്താ? പേരെന്തു പറയുന്നു എന്ന് നോക്കിക്കൊണ്ടല്ല ശിർക്കും തൗഹീദും തീരുമാനിക്കുന്നത്. ഒരാള് സ്വയം പര്യാപ്തത ആരോപിക്കാതെയുള്ള സഹായാർത്ഥനയ്ക്ക് പ്രാർത്ഥന എന്ന് പേരിട്ടത് കൊണ്ട് അത് ശിർക്കാവുന്നതോ, അല്ലെങ്കിൽ സഹായാർത്ഥനയ്ക്ക് ഒരാൾ പ്രാർത്ഥന എന്ന് പേരിട്ടത് കൊണ്ട് അത് ശിർക്കാവുന്നതോ, പ്രാർത്ഥനയ്ക്ക് ഒരാൾ സഹായാർത്ഥന എന്ന് പേരിട്ടത് കൊണ്ട് അത് ശിർക്കാകാതിരിക്കുന്നതോ അല്ല. പ്രത്യുത ചോദിക്കുന്ന വ്യക്തി എന്ത് വിശ്വസിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്, അതിന്റെ അടിസ്ഥാനത്തിലാണ് തൗഹീദും ശിർക്കും വേർതിരിയുക. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് സഹായം ചോദിക്കുന്നു. സഹായം ചോദിക്കുമ്പോൾ വിശ്വസിക്കുന്നത് എന്താണ്? സ്വയം പര്യാപ്തനല്ല എന്നാ വിശ്വസിക്കുന്നത്. അള്ളാഹുവിന്റെ അടിമയാണ് എന്നാണ് വിശ്വസിക്കുന്നത്. എങ്കിൽ അത് ശിർക്കല്ല. അതിന് മലയാളത്തിൽ പ്രാർത്ഥന എന്ന് സാധാരണ പറയാറില്ല. സ്വയം പര്യാപ്തത ആരോപിച്ചുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് നടത്തുന്നതിനാണ് പ്രാർത്ഥന എന്ന് പറയുക. അത് മുസ്ലിമീങ്ങൾ അള്ളാഹുവിനോട് മാത്രമേ നടത്തുന്നുള്ളൂ. ഇനി നിങ്ങളുടെ ചോദ്യത്തിന്റെ രണ്ടാമത്തെ ഭാഗം, അമ്പിയാക്കന്മാര് അതുപോലെ തന്നെ പ്രവാചകന്മാര് അവരൊക്കെ അള്ളാഹിനോട് ചോദിച്ചു, അള്ളാഹിനോട് പിന്നെ വന്നു. എന്നാൽ അള്ളാഹുവിനോട് ദുആ ചെയ്ത അവര് മഹാത്മാക്കളോട് സഹായം ചോദിച്ചിട്ടില്ലല്ലോ, മഹാത്മാക്കളോട് ഇസ്തിഗാസ നടത്തിയിട്ടില്ലല്ലോ എന്ന് നിങ്ങൾ പറഞ്ഞു. അത് തെറ്റാണ്. അത് തെറ്റാ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ മഹാത്മാക്കളോട് സഹായം ചോദിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണും, അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ. അഊദു, ഞാൻ കാവൽ തേടുന്നു, ഞാൻ അഭയം തേടുന്നു, ഞാൻ രക്ഷ ചോദിക്കുന്നു. ബികലിമാത്തില്ലാഹി, അള്ളാഹുവിന്റെ കെലിമത്തുകളോട് ഞാൻ സഹായം ചോദിക്കുന്നു, ഞാൻ രക്ഷ ചോദിക്കുന്നു. മിൻ ശർരി മാ ഖലഖ, അള്ള പടച്ച മുഴുവൻ ശർറിനെ തൊട്ടും അള്ള പടച്ച മുഴുവൻ ഫിത്നയെ തൊട്ടും ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഈ ഹദീസിൽ അള്ളാഹുവിന്റെ റസൂല് സഹായം ചോദിച്ച കെലിമത്തുകൾ അത് എന്താണെന്ന് ബഹുമാനപ്പെട്ട ഇമാം റാസി വിശദീകരിക്കുന്നു. വഅയ്വൻ സബത ഫീ ഇൽമിൽ മഅഖൂലാത്തി അന്ന ആലമൽ അർവാഹി മുസ്തൗലിൻ അലാ ആലമിൽ അജ്സാമി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിശദീകരിക്കുന്നു. ഈ പറയുന്ന കലിമാത്തുല്ലാഹി താമ്മാത്തി കൊണ്ട് ഉദ്ദേശം അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി എന്ന വാക്കിന്റെ അർത്ഥം, അതിന്റെ ഉദ്ദേശം ഇസ്തിആദത്തും മിനൽ അർവാഹിൽ ബശരിയ്യ, അത് മനുഷ്യരിൽ നിന്നുള്ള സഹായാർത്ഥനയാണ്. ബിൽ അർവാഹിൽ ആലിയത്തിൽ മുഖദ്ദസത്തി ത്വാഹിറത്തി ത്വയ്യിബ, മഹാത്മാക്കളോടുള്ള മനുഷ്യര് മഹാത്മാക്കളോട് നടത്തുന്ന സഹായാർത്ഥനയെ കുറിച്ചാണ്
ഈ ബിൽ കലിമാത്തി എന്നതുകൊണ്ടുള്ള ഉദ്ദേശമെന്ന് ബഹുമാനപ്പെട്ട ഇമാം റാസി തങ്ങള് അവിടുത്തെ തഫ്സീറുൽ കബീറിൽ വിശദീകരിക്കുന്നു. എന്തിനാണ് സഹായം ചോദിക്കുന്നത്? ഫീ ദഫ്ഇ ശുറൂറിൽ അർവാഹിൽ ഖബീസത്തിൽ ഉൽമാനിയത്തിൽ കദറത്തി, വളരെ മോശമായ ഇരുട്ട് നിറഞ്ഞ മോശമായ ആത്മാക്കളുടെ ശർറിനെ തൊട്ട്, മോശപ്പെട്ട ആത്മാവുകളുടെ ശർറിനെ തൊട്ട് നല്ല ആത്മാക്കളോട് സഹായം ചോദിക്കുന്നതിനാണ് അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ എന്ന് പറഞ്ഞ ഹദീസിന്റെ അർത്ഥമെന്ന് തഫ്സീറുൽ കബീറിന്റെ ഒന്നാമത്തെ വാള്യം 67-ാമത്തെ പേജിൽ ബഹുമാനപ്പെട്ട ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നു. തീർന്നില്ല. ബഹുമാനപ്പെട്ട നേരത്തെ ഞാൻ ഉദ്ധരിച്ചിട്ടുള്ള ഇബ്നു തൈമിയ്യ നിങ്ങളുടെ നേതാവാണ്. ആ ഇബ്നു തൈമിയ്യയുടെ ശിഷ്യനാണ് ഇബ്നു കസീർ. ആ ഇബ്നു കസീർ തന്റെ അൽ ബിദായത്തു വന്നിഹായ എന്ന ഗ്രന്ഥത്തിന്റെ 7-ാമത്തെ വാള്യം 111-ാമത്തെ പേജിൽ പറയുന്നു, അഖ്ബർനാ അബൂ നസ്ർ ഇബ്നു ഖത്താദത്ത അബൂബക്കർ ഫാരിസി ഖാല ഹദഥനാ അബൂ ഉമർ ഇബ്നു മത്അരിൻ ഹദഥനാ ഇബ്രാഹിം ഇബ്നു അലി അദ്ദുഹലി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് സനദ് ഉദ്ധരിച്ചുകൊണ്ട് അൻ അബീ സാലിഹിൻ അൻ മാലിക്കിൻ ഖാല അസാബൻ നാസ കഹതും ബി സമനി ഉമർ ഫജാഅ റജുലുൻ ഇലാ ഖബറിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ റളിയല്ലാഹു അൻഹു രാജ്യം ഭരിക്കവേ റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായതിനു ശേഷം സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഭരണം ഏറ്റെടുത്തു. അതിനുശേഷം സിദ്ദീഖ് തങ്ങൾ വഫാത്തായതിനു ശേഷം ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്തു. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ 2ാമത്തെ ഖലീഫയായി രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കവേ അസാബന്നാസ കഹതും ബി സമനി ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് വമ്പിച്ച വരൾച്ച പിടിപെട്ടു, ക്ഷാമം പിടിപെട്ടു. അങ്ങനെ ക്ഷാമം പിടിപെട്ടപ്പോൾ ഫഖാല ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് വരൾച്ച ബാധിച്ചപ്പോൾ എന്ത് ചെയ്യുന്നു? ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു മുസ്ലിമായ വ്യക്തി അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറിങ്കലേക്ക് വരുന്നു. റസൂലുള്ളാഹിയുടെ ഖബറുകൊള്ള വരുന്നു. ഖബറുകൊള്ള വന്നിട്ട് അദ്ദേഹം പറയുന്നത്, യാ റസൂലല്ലാഹ് ഇസ്തസ്കില്ലാഹ ലി ഉമ്മത്തിക യാ റസൂലല്ലാഹ് ഫഇന്നഹും ഖദ് ഹലകൂ. നബിയേ, അങ്ങയുടെ സമുദായം വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്നു, വെള്ളമില്ലാതെ പരാജയപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് അവർക്ക് വെള്ളം നൽകണം, അവർക്ക് മഴ നൽകണം എന്ന് ഖബറിൽ കിടക്കുന്ന റസൂലുള്ളാഹിയോട് ഈ വ്യക്തി വന്നിട്ട് സഹായം ചോദിക്കുന്നു. അങ്ങനെ സഹായം ചോദിച്ചതിന് ശേഷം ആ ഖബറിങ്കൽ കിടന്ന് ഉറങ്ങിപ്പോയ ഈ വ്യക്തിയോട് സ്വപ്നം വഴി അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, നിങ്ങൾ ഉമർ തങ്ങളെ സമീപിക്കണം, എന്റെ സലാം പറയണം, ഈ വിവരങ്ങളൊക്കെ പറയണം എന്നിങ്ങനെ പറഞ്ഞ് സ്വപ്നത്തിലൂടെ നിർദ്ദേശം കിട്ടിയപ്പോ അവിടെ ഉറക്കിൽ നിന്ന് ഉണർന്ന് ഉമർ തങ്ങളെ സമീപിക്കുന്നു ഇദ്ദേഹം. എന്നിട്ട് പറയുന്നു, ഞാനിങ്ങനെ മഴയില്ലാതെ നമ്മൾ കഷ്ടപ്പെടുന്നത് കൊണ്ട് ഞാൻ റസൂലുള്ളാഹിയുടെ ഖബറിങ്കൽ പോയി, റസൂലുള്ളാഹിയുടെ ഖബറിങ്കൽ ചെന്നുകൊണ്ട് ഞാൻ മഴ ചോദിച്ചിട്ടുണ്ട്. മഴ ചോദിച്ചപ്പോൾ നമുക്ക് മഴ കിട്ടുമെന്ന സന്തോഷ വിവരം നിങ്ങൾ അറിയിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോട് റസൂലുള്ള സലാം പറഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെയുള്ള വിവരങ്ങളൊക്കെ ബഹുമാനപ്പെട്ട ഈ സ്വഹാബി ചെന്നിട്ട്, ഇദ്ദേഹം സ്വഹാബിയാണെന്ന് ഹാഫിള് ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞിട്ടുണ്ട്. സഹോദരന്മാരെ, അങ്ങനെ ഇദ്ദേഹം ഉമറുൽ ഫാറൂഖ് തങ്ങളോട് ചെന്നിട്ട് ഞാനിങ്ങനെ മഴ കിട്ടാതെ വിഷമിച്ചപ്പോ റസൂലുള്ളാഹിന്റെ ഖബറിങ്കൽ ചെന്ന് സഹായം ചോദിച്ച വിവരം പറഞ്ഞിട്ട് ഉമർ തങ്ങൾ ഒരിക്കലും, മോനെ അത് ശിർക്കാണ്, നീ ചെയ്തത് ശിർക്കാണെന്ന് ഒരിക്കലും ഉമർ തങ്ങൾ പറഞ്ഞിട്ടില്ല. ഈ സ്വഹാബി റസൂലുള്ളാഹിന്റെ ഖബറിങ്കൽ ചെന്നിട്ട് മഴ ചോദിച്ചത് ശിർക്കായിരുന്നെങ്കിൽ സഹോദരന്മാരെ, ശിർക്കിന്റെ കണ്ടകോടാലിയായിരുന്ന ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് തങ്ങള് അപ്പോൾ തന്നെ ഈ വ്യക്തിയെ തിരുത്തണമായിരുന്നു. തിരുത്തിയില്ലെന്ന് മാത്രമല്ല, റസൂലുള്ള ഖബറിൽ നിന്ന് കൊടുത്ത നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കുകയും അങ്ങനെ മുസ്ലിമീങ്ങൾക്ക് മഴ ലഭിക്കുകയും ചെയ്തു എന്ന് ഇബ്നു കസീർ തന്റെ അൽ ബിദായത്തു വന്നിഹായ എന്ന ഈ ഗ്രന്ഥത്തിൽ പറയുന്നു. തീർന്നില്ല. അവസാനം സംഭവം ഉദ്ധരിച്ചതിന് ശേഷം അദ്ദേഹം പറയുന്നത്, ഇത് സ്വഹീഹായ പരമ്പരയോടെയുള്ള ഹദീസാണ്, സംഭവമാണ് എന്ന് ഹാഫിള് ഇബ്നു കസീർ തന്റെ അൽ ബിദായത്തു വന്നിഹായ എന്ന ഗ്രന്ഥത്തിന്റെ 7-ാമത്തെ വാള്യം 111-ാമത്തെ പേജിൽ രേഖപ്പെടുത്തുന്നു. മാത്രമല്ല, ഒരുപാട് പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട റവാഹുൽ ഇമാമുൽ ബൈഹഖി ഫി ദലായിലുൻ നുബുവ്വ, ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി തങ്ങള് ദലായിലുൻ നുബുവ്വ എന്ന ഗ്രന്ഥത്തിന്റെ 7-ാമത്തെ വാള്യം 47-ാമത്തെ പേജിലും, ഹാഫിള് ഇബ്നു കസീർ അൽ ബിദായയുടെ നേരത്തെ പറഞ്ഞ 7-ാമത്തെ വാള്യം 92-ാമത്തെ പേജിലും, അതുപോലെ
അലാഉദ്ദീൻ ഈ കൻദുൽ ഉമ്മാൽ 8-ാം വാള്യം 431-ാമത്തെ പേജിലും ഇമാം ബുഖാരി താരീഖുൽ കബീറിന്റെ 7-ാമത്തെ വാള്യം 304-ാമത്തെ പേജിലും ഇസാബയുടെ 3-ാമത്തെ വാള്യം 484-ാമത്തെ പേജിലും ഹാഫിദ് ഇബ്നു ഹജർ ഫതുൽ ബാരിയുടെ 2-ാമത്തെ വാള്യം 495-ാം പേജിലും ഷെയ്ഖുൽ ജസായിർ 2-ാമത്തെ വാള്യം 629-ാമത്തെ പേജിലും ഹാഫിദ് ഇബ്നു അബീ ശൈബ മുസന്നഫിന്റെ 12-ാമത്തെ വാള്യം 31-ാമത്തെ പേജിലും ഹാഫിദ് ഇബ്നു ഹൈസം തന്റെ ഇസാബയിലും അതുപോലെ ഇബ്നു അബ്ദുൽ ബർ ഇസ്തിയാബിന്റെ 2-ാമത്തെ വാള്യം 464-ാമത്തെ പേജിലും ഇങ്ങനെ തുടങ്ങി നീണ്ട പട്ടിക. മുഴുവൻ മുഹദ്ദിസുകളും 15ഓളം വരുന്ന മുഹദ്ദിസുകൾ 15 മുഹദ്ദിസുകൾ ഈ സംഭവം റിപ്പോർട്ട് ചെയ്തുകൊണ്ട് വഹാദാ ഇസ്നാദുൻ സഹീഹുൻ, ഇത് സഹീഹായ പരമ്പരയുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളഹാനോട് ദ്വാർന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അള്ളഹാനോട് ദ്വാർക്കാൻ പാടില്ലെന്ന് സുന്നികൾ പറഞ്ഞിട്ടില്ല. അതിന്റെ അർത്ഥം ഇസ്തിഗാസ ശിർക്കാണ് എന്നല്ല. ഇസ്തിഗാസ ശിർക്കായിരുന്നെങ്കിൽ റസൂലുള്ള ഇസ്തിഗാസ ചെയ്യൂല, റസൂലുള്ള മരിച്ച ശേഷം സ്വഹാബത്തും ചെയ്യൂല. ഇനി നിങ്ങൾ നോക്ക്, നിങ്ങളുടെ ഇബ്നു അബ്ദുൽ വഹാബ് മദ്ഹബിന്റെ ഇമാമായി തഖ്ലീദ് ചെയ്തിരുന്ന ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി, അഹ്മദ് ഇബ്നു ഹംബൽ ഇസ്തിഗാസ നടത്തി എന്ന് നേരത്തെ പറഞ്ഞ ഇബ്നു കസീർ തന്റെ അൽ ബിദായത്ത് വന്നിഹായ എന്ന ഗ്രന്ഥത്തിന്റെ 10-ാമത്തെ വാള്യം 418-ാമത്തെ പേജിൽ ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ ഇസ്തിഗാസ നടത്തിയ സംഭവം പറയുന്നു. ഞാൻ ഹജ്ജത്തു 5 ഹിജജിൻ മിൻഹാ സലാത്തുൻ റാജിലൻ, ഞാനിങ്ങനെ 5 ഹജ്ജുകൾ ചെയ്തു, 5 പ്രാവശ്യം ഞാൻ ഹജ്ജ് ചെയ്തു, അതിൽ നിന്ന് 3 വട്ടവും ഞാൻ ഹജ്ജ് ചെയ്ത് നടന്നുകൊണ്ടാണ് എന്നിങ്ങനെ വിശദീകരിച്ചിട്ട് അദ്ദേഹം പറയുന്നു, വഖദ് ലലൽതു ഫീ ബഅദിഹാ, ഒരു പ്രാവശ്യം ഞാൻ ഹജ്ജിന് പോകുന്ന സമയത്ത് ഞാൻ വഴിപിടച്ചു, വഖദ് ലലൽതു ഫീ ബഅദിഹാ അനി തരീഖി, എനിക്ക് വഴിതെറ്റി, വഅന മാഷിൻ, ഞാൻ നടക്കുകയായിരുന്നു, അങ്ങനെ നടന്നു പോകുമ്പോൾ എനിക്ക് വഴിതെറ്റിയപ്പോൾ ഫജഅൽതു അഖൂലു, ഞാനിങ്ങനെ പറയാൻ തുടങ്ങി, യാ ഇബാദല്ലാഹി ദുല്ലൂനി അല ത്വരീഖ്, യാ ഇബാദല്ലാഹി ദുല്ലൂനി അല ത്വരീഖ്, അല്ലാഹുവിന്റെ അടിമകളെ എനിക്ക് വഴി അറിയിച്ചു തരുവീൻ എന്ന് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഫലം അസൽ അഖൂലു ദാലിക, ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു, ഹത്താ വഖഫ്തു അല ത്വരീഖി, ഞാൻ വഴിയിൽ എത്തിച്ചേരുന്നത് വരെ. ബഹുമാന അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറയുന്നു, ഹജ്ജിന് പോയ സമയത്ത് വിജനമായ സ്ഥലത്ത് വെച്ച് വഴി തെറ്റിയപ്പോൾ യാ ഇബാദല്ലാഹി ദുല്ലൂനി അനി ത്വരീഖ് എന്ന് ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായം ചോദിക്കുന്നു. അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, വിജനമായ സ്ഥലങ്ങളിൽ വെച്ച് നിങ്ങൾക്ക് വഴി തെറ്റിയാൽ നിങ്ങൾ വിളിച്ചു പറയണം, യാ ഇബാദല്ലാഹി അഗീസൂനി, യാ ഇബാദല്ലാഹി അഗീസൂനി, അള്ളാഹുവിന്റെ അടിമകളെ നിങ്ങൾ എന്നെ സഹായിക്കണം എന്ന് നിങ്ങൾ വിളിച്ചു പറയണം. കാരണം നിങ്ങൾ കാണാത്ത ചില അടിമകൾ അള്ളാഹുവിനുണ്ട്, അവര് നിങ്ങൾ വഴിതെറ്റിക്കഴിഞ്ഞാൽ നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് വഴിതെറ്റി ആരുമില്ലാത്ത സ്ഥലത്ത് നിങ്ങൾ ഒറ്റപ്പെട്ടാൽ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ വിളിച്ച് നിങ്ങൾ സഹായം ചോദിക്കണമെന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. ആ ഹദീസ് പഠിച്ച അഹ്മദ് ബിൻ ഹംബൽ തങ്ങള് ഹജ്ജിന് നടന്നു പോകുമ്പോ വഴിതെറ്റിയപ്പോൾ അദ്ദേഹം വിളിച്ച് ഇസ്തിഗാസ നടത്തുന്നു, യാ ഇബാദല്ലാഹി ദുല്ലൂനി അല ത്വരീഖ്, എനിക്ക് വഴി കാണിച്ചു തരണമേ എന്ന് ഇബ്നു കസീർ എന്ന് അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ വിശദീകരിക്കുന്നു. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്റെ അൽ ബിദായത്ത് വന്നിഹായയുടെ 10-ാം വാള്യം 418-ാമത്തെ പേജിൽ അത് വിശദീകരിക്കുന്നു. പിന്നെ ചോദ്യത്തിന്റെ അവസാന ഭാഗം അതെന്താ? അള്ളഹാനോട് ചോദിക്കലല്ലേ ഉത്തമം? ഔലിയാക്കന്മാരോട് ചോദിക്കണില്ലേറെ നല്ലത് അള്ളഹാനോട് ചോദിക്കലല്ലേ ഉത്തമം? അതിപ്പോ ഖുർആനും സുന്നത്തും ഏതാ ഉത്തമം എന്ന് ചോദിക്കണമായിട്ടുള്ളൊരു ചോദ്യ. ഖുർആനാ നല്ലത് സുന്നത്താ നല്ലത് എന്ന് ഒരാളെ ചോദിച്ചാൽ അതിനിപ്പോ എന്താ മറുപടി പറയാ? അതേ മറുപടി തന്നെയാണ് ഇവിടെയും പറയാനുള്ളത്. ഖുർആനാ സുന്നത്ത്, ഖുർആനാ ഉത്തമം അതല്ല ഹദീസാ ഏറ്റവും ഉത്തമം എന്നൊരാൾ ചോദിച്ചാൽ അതിനെന്താ മറുപടി? അത് ചിലപ്പോ ഖുർആനായിരിക്കും ഉത്തമം, ചിലപ്പോ ഹദീസായിരിക്കും ഉത്തമം. അങ്ങനെയാണ് അതിന്റെ പരിപാടി. ഒരാള് പിന്നെ നിസ്കാരത്തിന് അത്തഹിയ്യാത്ത് ഓതുമ്പോ അവിടെ ചെല്ലേണ്ട എന്താ? അത്തഹിയ്യാത്തുൽ മുബാറക്കാത്തു സ്വലവാത്തു ത്വയ്യിബാത്തുലില്ല. അത് റസൂലുള്ളാഹിന്റെ ഹദീസാണ്, സുന്നത്താണ്. ഒരാളിങ്ങനെ ചിന്തിച്ച് ഏതായാലും ഇപ്പൊ അത്തഹിയ്യാത്ത് ഓതാണ്, പള്ളിയിൽ ഇരിക്കുകയാണ്, അതുകൊണ്ട് ഹദീസിനേക്കാൾ പുണ്യം
പിന്നെ ഖുർആൻ ഓതലല്ലേ. അതുകൊണ്ട് ഇവിടെ ഒരു ഫാത്തിഹ സൂറത്ത് ഫിറ്റ് ചെയ്യാം എന്നും പറഞ്ഞ അത്തഹിയ്യാത്തിന്റെ സ്ഥാനത്ത് ഫാത്തിഹ സൂറത്ത് ഫിറ്റ് ചെയ്താൽ നിസ്കാരം തന്നെ അറിയൂല. അവിടെ ആ ഫാത്തിഹ സൂറത്ത് ഓതാൻ പാടില്ലെന്ന് മാത്രമല്ല, നിസ്കാരം ബാത്തിലായി പോകും. ഒരാൾ റുക്കൂ ചെയ്യണ സമയത്ത് പറയേണ്ട എന്താ? സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി. ഇത് ഹദീസാണ്, സുന്നത്താണ്. ഒരാൾ ഏതായാലും ഞാൻ റുക്കൂ ചെയ്യില്ലേ, ഹദീസിനേക്കാൾ മഹത്തുള്ളത് ഖുർആനല്ലേ. അതുകൊണ്ട് ഇവിടെ ഒരു കുല്ലുവല്ല ഫിറ്റ് ചെയ്യാ എന്നും പറഞ്ഞ് റുക്കൂവിൽ കൊണ്ടുപോയി കുല്ലുവല്ല ഓതിയാല് സുന്നത്തായതുകൊണ്ട് നിസ്കാരം ബാത്തിലാകില്ലെങ്കിലും അവിടെ ഖുർആൻ ഓതൽ കറാഹത്താണ്. അപ്പോൾ ചില ഖുർആൻ തന്നെ ഓതേണ്ടി വരും, ചില സ്ഥലത്ത് ഹദീസ് തന്നെ വേണ്ടി വരും എന്നതുപോലെ ചില സ്ഥലത്ത് ഇസ്തിഗാസ വേണ്ടി വരും, ചില സ്ഥലത്ത് പിന്നെ അള്ളാഹിനോട് ദ്വാരക്കേണ്ടി വരും, ചില സ്ഥലത്ത് അമ്പിയാക്കന്മാരോട് ചോദിക്കേണ്ടി വരും. ഇതൊക്കെ ആപേക്ഷികമായി അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതാണ്. അതാണ് അതിന് ഉള്ള മറുപടി. ഒരു കാര്യം പ്രധാനമായിട്ട് അറിയിക്കാനുള്ളത്, നാം 9:30 മാക്സിമം 10 മണി വരെ എന്നാണ് ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. സമയം വളരെ വൈകിയിരിക്കുന്നു. നമ്മൾ പെട്ടെന്ന് നിർത്തുന്നു എന്നല്ല, ചോദ്യം ചോദിക്കാനുള്ളവർ വളരെ വേഗം പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഒരു 11:15 വരെയെങ്കിലും നമുക്ക് തുടരാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ചോദ്യം ആ രീതിയിൽ നിയന്ത്രിക്കുകയും വളരെ വേഗം ചോദിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകമായി അറിയിക്കുന്നു. ചില നേരങ്ങളിൽ അള്ളാഹിനോട് ചോദിക്കുകയും മറ്റു ചില നേരങ്ങളിൽ അമ്പിയാക്കന്മാരോട് ചോദിക്കുകയും ചില നേരങ്ങളിൽ ഔലിയാക്കന്മാരോട് ചോദിക്കുകയും ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. ഈ അവസ്ഥകൾ അള്ളാഹിനോട് അല്ലാതെ ചോദിക്കേണ്ടി വരുന്ന അവസ്ഥകൾ ഒന്ന് പറഞ്ഞെന്നാൽ അമ്പിയാക്കന്മാരോടും ഔലിയാക്കന്മാരോടും ചോദിക്കേണ്ടുന്ന അവസ്ഥ ഏതൊക്കെയാണെന്നൊന്ന് പറഞ്ഞെന്നാൽ വളരെ അത് നമ്മൾ സാധാരണ അറിയാലോ. ഒരു 10 റുപ്യ എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ അള്ളാഹിനോട് ചോദിക്കാൻ വേണ്ടത് മനുഷ്യൻ നമ്മളെ സുഹൃത്തിനോട് ചോദിക്കാൻ വേണ്ടത്. അതിപ്പോ നമുക്ക് ചിന്തിച്ചാൽ അറിയാലോ. ഒരു 100 രൂപ അല്ലെങ്കിൽ 1000 റുപ്യക്ക് എനിക്ക് ആവശ്യമുണ്ട്, പടച്ചവനെ തമ്പുരാനെ 1000 റുപ്യ തരണേ 1000 റുപ്യ തരണേ നമ്മൾ 101 ആവർത്തിക്കുക എന്നല്ലാതെ അള്ളാഹു തആല അല്ലെങ്കിൽ എവിടെയെങ്കിലും നമുക്ക് ഇറക്കി തരുന്ന നമുക്ക് ആരും പ്രതീക്ഷിച്ചില്ല. 10 റുപ്യക്ക് അല്ലെങ്കിൽ 100 റുപ്യക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കൂട്ടുകാരനോട് ചോദിക്കുകയാണോ വേണ്ടത്? അതല്ല, നേരെ അള്ളാഹിനോട് ചോദിക്കാൻ വേണ്ടത്. അതിനെന്താ നമ്മളെ മറുപടി എങ്കിൽ അതന്നെ പറ്റി മറുപടി. ഇത് എപ്പോഴാണ് ചോദിക്കേണ്ടത്? ആ സമയത്ത് തന്നെ മറ്റവൻ ചോദിക്കേണ്ടത്. അള്ളാഹിനോട് എപ്പോഴാണ് ചോദിക്കേണ്ടത്? അതന്നെ മറ്റവൻ ചോദിക്കേണ്ടത്. അതന്നെ ഇതിന്റെ മറുപടി. അപ്പൊ അമ്പിയാക്കൾ എപ്പോഴും നമ്മളെ മുമ്പിൽ തന്നെ ഉണ്ടാവും 10 റുപ്യ വെക്കാൻ. മുമ്പിൽ വേണമെന്നില്ലേ? അതിലിപ്പോ ഇതുവരെയും പറഞ്ഞത് മുമ്പിൽ ഉണ്ടായെങ്കിലേ പറ്റുള്ളൂ എന്നാരെയാ പറഞ്ഞത്? മുമ്പിൽ വേണമെന്നില്ല. ഇതുവരെയും പറഞ്ഞതിന്റെ ആകത്തുക തന്നെ മുമ്പിൽ വേണമെന്നില്ല എന്ന അഭൗതികവും അസാധാരണവും കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതവുമായിട്ട് അവർക്ക് സഹായിക്കാൻ കഴിയും എന്നാ ഇതുവരെയും പറഞ്ഞത്. അപ്പൊ അമ്പിയാക്കൾക്ക് അള്ളാഹിനെക്കാളും വലിയ കഴിവുണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്. അള്ളാഹ് കൊടുത്ത കഴിവാകുമ്പോ പിന്നെ അതിനേക്കാൾ വലിയ കഴിവ് എന്ന് പറയാൻ പറ്റില്ല. പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരിക്കലുമില്ല. അള്ളാഹു എത്ര കഴിവ് അമ്പിയാക്കൾക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ അള്ളാഹു കൊടുത്ത കഴിവാണ്. അപ്പൊ പിന്നെ അള്ളാഹിനേക്കാളും വലിയതാകാനുള്ള പ്രശ്നമേ ഉദിക്കുന്നില്ല. അത് നിങ്ങൾ ധരിച്ച് തെറ്റായി പോയതാ. അതല്ല, അതന്നെ മരിച്ചുപോയ അമ്പിയാക്കൾ 10 റുപ്യ മുന്നിക്കാൻ കൊണ്ടുവരുന്നുണ്ടെങ്കിലേ അള്ളാഹിനോട് ചോദിച്ചാൽ കിട്ടൂലെന്ന് പറഞ്ഞല്ലോ. എന്താണ് കിട്ടൂല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. 10 റുപ്യ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ എന്താണ് ചെയ്യാറുള്ളത്? ഇതാ ഞാൻ ചോദിച്ചത്. നമ്മൾ അള്ളാഹുവെ 10 റുപ്യ തരണേ എന്നാണോ ചോദിക്കാറുള്ളത്? അതല്ല മറ്റു വല്ല പരിഹാരവും ചെയ്യാറുണ്ടോ? എന്താ ചെയ്യാറുള്ളത്? എന്നതുപോലെ നമുക്ക് വല്ല പ്രശ്നവും ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഔലിയാക്കൾ അല്ലെങ്കിൽ അമ്പിയാക്കൾ അവരോട് സഹായം ചോദിച്ചാൽ അവർക്ക് അള്ളാഹു ചെയ്തു കൊടുക്കാനുള്ള കഴിവ് അള്ളാഹു നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അവർ സഹായിക്കും. ആ അർത്ഥത്തിൽ അവരോട് ചോദിക്കാം, അള്ളാഹുവിനോട് ചോദിക്കാം. ആത്മീകമായി രണ്ടും ഒന്ന് തന്നെയാണ്. തത്വത്തിൽ ഇത് രണ്ടും അള്ളാഹുവിൽ നിന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പഠിപ്പിച്ചു, വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹ്. ആയത്ത് ഖുർആനിലുള്ളതാണ്. എന്താണ് അതിന്റെ അർത്ഥം? വമൻ നസ്റു, ഏതൊരു സഹായമുണ്ടോ അത് ഭൗതികമായാലും അഭൗതികമായാലും അമ്പിയാക്കൾ ചെയ്തതായാലും മൗലിയാക്കൾ ചെയ്യുന്നതായാലും അതൊന്നുമല്ലാതെ എങ്ങനെയെങ്കിലും കിട്ടിയതാണെങ്കിലും ഏതേത് സഹായവും ഇല്ലാ മിൻ ഇൻദില്ലാഹ്, അള്ളാഹുവിൽ നിന്നാണ് അതിന്റെ തുടക്കം. മിൻ വബൈൻ വബ്തദി ഫിൽ അംകിന വഖതജി ലിബാലിൽ അസ്മിന. ഇമാം ഇബ്നു മാലിക് തന്റെ ഖുലാസത്തുൽ അൽഫിയയിൽ പഠിപ്പിച്ച ഒരു ബെയ്ത്തുണ്ട്. മിൻ എന്നതിന് ഒരുപാട് അർത്ഥമുണ്ട്. അതിൽപ്പെട്ടതാണ് മിൻ ഇൻദില്ലാഹ്, അള്ളാഹുവിൽ നിന്നാണ് അതിന്റെ തുടക്കം. അപ്പൊ ഏത് സഹായവും, ഭാര്യ തരുന്ന സഹായവും സാധാരണ സഹായവും വലിയ തരുന്ന സഹായവും മറ്റുള്ള ആളുകൾ ചെയ്യുന്ന സഹായവും ഒക്കെ അത് അള്ളാഹുവിൽ നിന്നാണ് അതിന്റെ തുടക്കം. അത് ചിലപ്പോൾ അള്ളാഹു തആല ഭാര്യയിലൂടെ അല്ലെങ്കിൽ സുഹൃത്തിലൂടെ ജ്യേഷ്ഠനിലൂടെ അനുജനിലൂടെ ഇങ്ങനെ കാര്യകാരണങ്ങളിലൂടെ ആവും, ചിലപ്പോൾ അഭൗതിക മാർഗത്തിലാവും. ഏതായാലും
ഉള്ള സഹായമൊക്കെ അള്ളാഹുവിൽ നിന്നാകുന്നു. ഇല്ലാ മിൻ ഇന്ദില്ല, അള്ളാഹുവിൽ നിന്ന് മാത്രമാണ് അതിന്റെ തുടക്കം. അപ്പൊ എല്ലാ സഹായവും അള്ളാഹുവിൽ നിന്നാണ്. അള്ളാഹുവിനേക്കാൾ അമ്പിയാക്കളും ഔലിയാക്കളും വലുതാകുന്ന പ്രശ്നമേ ഇല്ല. ഇക്കാര്യം ഞാൻ വെറുതെ പറയല്ല. ഏത് മരിച്ചുപോയ മഹാരഥന്മാരായ ആളുകൾക്ക് സഹായം ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ സംശയിക്കേണ്ട. നമ്മൾ വെറുതെ പറയുകയാണെന്ന് സംശയിക്കേണ്ട. ഇത് എന്റെ കയ്യിലുള്ളത് ഇഖ്തിലാഉ സിറാത്തിൽ മുസ്തഖീം എന്ന ഇബ്നു തൈമിയ എന്ന് മുജാഹിദ് പ്രസ്ഥാനം ഷെയ്ഖുൽ ഇസ്ലാം എന്ന് മുജാഹിദ് പ്രസ്ഥാനം വിശേഷിപ്പിക്കുന്ന ഇബ്നു തൈമിയയുടെ കിതാബ. അതിന്റെ ഇഖ്തിലാഉ സിറാത്തിൽ മുസ്തഖീം എന്ന ഈ ഗ്രന്ഥത്തിന്റെ 407-ാമത്തെ പേജിൽ ഇബ്നു തൈമിയ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്ത്? കദാലിക സുആലു ബാളിഹിം ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചില ആളുകൾ ചോദിച്ചിട്ടുണ്ട്. ഔലി ഗൈരിഹി, അല്ലെങ്കിൽ റസൂൽ അല്ലാത്ത ആളുകളോട്, മിൻ ഉമ്മത്തി റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽപ്പെട്ട ഹാജത്തവും തന്റെ ആവശ്യം ചോദിച്ചിട്ടുണ്ട്. തുഖ്ലാലഹു, അങ്ങനെ ആ ആവശ്യം അവർക്ക് നിറവേറിയിട്ടുമുണ്ട്. നിശ്ചയം ഇത് മരിച്ചുപോയ റസൂലുള്ളാഹിയോട് ആവശ്യം ചോദിച്ചിട്ട് കാര്യം സാധിക്കുക എന്നത് കസീറൻ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് സുന്നികളല്ല. സാക്ഷാൽ ഇബ്നു തൈമിയ്യയുടെ ഇഖ്തിലാഉ സിറാത്തിൽ മുസ്തഖീം എന്ന ഈ ഗ്രന്ഥത്തിന്റെ 407-ാമത്തെ പേജിലാ പറയുന്നത്. അതൊക്കെ ഇബ്നു തൈമിയ്യ കേരളക്കാരനല്ലല്ലോ, അതൊക്കെ നമുക്ക് വിടുക. കേരളത്തിൽ ഇന്ന് പാവപ്പെട്ട മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കാൻ വേണ്ടി നടക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം, കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന പ്രസ്ഥാനം, ലോകത്ത് മരിച്ചുപോയ അമ്പിയാക്കൾ ഔലിയാക്കൾക്ക് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല, അവർക്ക് യാതൊരു കഴിവുമില്ല എന്ന് ഗീർവാണ പ്രസംഗം നടത്തി രാജ്യത്ത് ശബ്ദമലിനീകരണം ഉണ്ടാക്കുന്ന വഹാബികളുണ്ടെങ്കിൽ, ആ ജീവിച്ചിരിക്കുന്ന വല്ലവരുമുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, എന്റെ കയ്യിലുള്ളത് സാക്ഷാൽ മുജാഹിദിന്റെ യുവജന വിഭാഗത്തിന്റെ മുഖപത്രമായ ശബാബ് വാരികയാണ്. ഈ ശബാബ് വാരിക നിഷേധിക്കാൻ കേരളത്തിലുള്ള ഏതെങ്കിലും ഒരു മുജാഹിദിന് കഴിയുമോ? ഒരിക്കലുമില്ല. 1999 സെപ്റ്റംബർ 17 ഇറങ്ങിയ ശബാബ്, ഈ ശബാബിൽ ഒരു ലേഖനമുണ്ട്. ജീവനുള്ള ഭക്ഷണം കഴിക്കുന്ന വല്ല മുജാഹിദുമുണ്ടെങ്കിൽ ചിന്തിക്കാൻ വേണ്ടി ഞാൻ ആവശ്യപ്പെടുന്നു. മരണപ്പെട്ടു പോയ മഹാത്മാക്കൾക്ക് യാതൊരു കഴിവുമില്ലെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ട് പാവപ്പെട്ട മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കാൻ നടക്കുന്ന വിഭാഗത്തിന് അല്പം ബുദ്ധിയുണ്ടെങ്കിൽ ചിന്തിക്കാൻ ഞാൻ ആവശ്യപ്പെടുന്നു. നിങ്ങളുടെ പ്രസിദ്ധീകരണമാണ് എന്റെ കയ്യിൽ. 1999 സെപ്റ്റംബർ 17 ശബാബ് വാരിക 4-ാം പേജ്. അതിലൊരു ലേഖനം. എന്താണ് അതിന്റെ ലേഖനത്തിന്റെ പേര്? ഹെഡിങ് വൃദ്ധനായ ഖലീഫയുടെ ഹൃദയം കണ്ടെത്തിയ യുവതി എന്നാണ് ഈ ഹെഡിങ്, ഈ ലേഖനത്തിന്റെ ഹെഡിങ്. വിഷയം എന്താ? എല്ലാം കൂടി വായിക്കാൻ സമയമില്ലല്ലോ. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, നമുക്കറിയാം, മഹാനവറുകൾ ഇസ്ലാമിന്റെ 3-ാം ഖലീഫ. ബഹുമാനപ്പെട്ടവർ തന്റെ കാലത്ത് രാഷ്ട്രീയ പ്രക്ഷോഭകാരികൾ ബഹുമാനപ്പെട്ടവരെ പിടിച്ച് ബന്ദിയാക്കി വെച്ച്, അങ്ങനെ അദ്ദേഹത്തിന് വെള്ളമില്ലാതെ മറ്റ് സൗകര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാതെ വളരെ നിഷ്ഠൂരമായി ക്രൂരമായി ആ വിപ്ലവകാരികൾ പീഡിപ്പിച്ച ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാം. ഇസ്ലാമിക ചരിത്രത്തിൽ ഇത് വളരെ വ്യക്തവുമാണ്. ആ സംഭവത്തെ കുറിച്ച് അവരുടെ പ്രസിദ്ധീകരണത്തിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന പി മുഹമ്മദ് മൗലവി കുട്ടശ്ശേരി, മുജാഹിദിന്റെ ഏറ്റവും വലിയ നേതാവാണ്, വളരെ ആധികാരിക പണ്ഡിതനുമാണ്. ആ മുഹമ്മദ് കുട്ടശ്ശേരി മൗലവി എഴുതിയ ഈ ലേഖനത്തിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ അന്ത്യനിമിഷത്തെക്കുറിച്ച് അവർ പരിചയപ്പെടുത്തുന്നു. ആ ലേഖനം അവരുടെ വരികൾ തന്നെ ഞാൻ വായിക്കാം. അദ്ദേഹം ഇതിൽ എഴുതുന്നു: ഒരു വെള്ളിയാഴ്ച ദിവസം, അന്ന് ഉസ്മാനു നോമ്പായിരുന്നു റളിയല്ലാഹു അൻഹു എന്നവർ എഴുതിയിട്ടില്ല, എന്റെ വകയാണ്. നായില സംഭവം ഇങ്ങനെ വിവരിക്കുന്നു. നായില എന്ന് പറയുന്നത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണ്. അവർ സംഭവം ഇങ്ങനെ വിവരിക്കുന്നു. എന്താണ് വിശദീകരണം? നോമ്പ് തുറക്കാൻ അല്പം ശുദ്ധജലം അനുവദിക്കാൻ വിപ്ലവകാരികളോട് അഭ്യർത്ഥിച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു നോമ്പുകാരനായിരുന്നു. നോമ്പ് തുറക്കാൻ നേരത്ത് അല്പം വെള്ളം തരണമേ എന്ന് അവരോട് ആവശ്യപ്പെട്ടു, വിപ്ലവകാരികളോട്. മലിന വസ്തുക്കൾ നിക്ഷേപിക്കുന്ന കുഴിയിലെ വെള്ളം കുടിക്കാനാണ് അവർ പറഞ്ഞത്. ശുദ്ധജലം ഞങ്ങൾ തരില്ല, ചളിയുള്ള വെള്ളമുണ്ട്, അത് വേണമെങ്കിൽ കുടിച്ചോളൂ എന്നാണ് വിപ്ലവകാരികൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്. വെള്ളം കിട്ടാതെ നോമ്പ് മുറിച്ചില്ല. പുലരാൻ കാലത്ത് അയൽ വീട്ടിൽ നിന്നു ഞാൻ എങ്ങനെയോ അല്പം വെള്ളം രഹസ്യമായി സംഘടിപ്പിച്ചു. ഞാൻ എന്ന് പറഞ്ഞ ഭാര്യ നായില റളിയല്ലാഹു അൻഹ പറയുകയാണ്.
വെള്ളം അല്പം രഹസ്യമായി സംഘടിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന്റെ അരികിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, ഇതാ ശുദ്ധജലം. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഭാര്യ ഇതാ ശുദ്ധജലം. ഞാൻ ഖലീഫയോട് പറഞ്ഞു. അപ്പോഴേക്കും പ്രഭാതമായി. ഖലീഫ, എനിക്ക് നോമ്പാണ്. ഖലീഫ പറഞ്ഞു, എനിക്ക് നോമ്പാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എവിടെന്നു ഭക്ഷണം കിട്ടി? നോമ്പ് തുറക്കണമെങ്കിൽ നേരത്തെ ഇന്നലെ ഉണ്ടായിരുന്ന നോമ്പ് തുറക്കാൻ വല്ല വെള്ളവും ഭക്ഷണവും കിട്ടണ്ടേ? അത് നിങ്ങൾക്ക് എവിടെന്നു കിട്ടി എന്ന് ഞാൻ ഖലീഫയോട് ചോദിച്ചു. നിങ്ങൾക്ക് എവിടെന്നു ഭക്ഷണം കിട്ടി? ആരും ഭക്ഷണം കൊണ്ടുവരുന്നത് ഞാൻ കണ്ടില്ലല്ലോ. അപ്പൊ ഖലീഫ പറയുന്ന മറുപടി ശബാബിന്റെ 4-ാമത്തെ പേജിൽ വ്യക്തമായി എഴുതുന്നു. മുജാഹിദ് പ്രവർത്തകന്മാരുണ്ടെങ്കിൽ നിങ്ങൾ ബൂത്ത് കൊടുത്ത് ചിന്തിക്കുക. നിങ്ങളുടെ പത്രത്തിലാണ് പറയുന്നത്. ആ സന്ദർഭത്തിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എന്ന ഖലീഫ പറയുന്നു, പുരക്കു മുകളിൽ നിന്ന് റസൂൽ എന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്ത് ഇവർ എഴുതിയിട്ടില്ല, അതെന്റെ വകയാണ്. ഉള്ളതുപോലെ പറയണമല്ലോ. അത് ഞാൻ പറയുന്നു. പുരക്ക് മുകളിൽ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ നേരെ എത്തി നോക്കി. കൂടെ ഒരു പാട്ട വെള്ളവുമുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ ഒരു പാട്ട വെള്ളവുമായി ഞാൻ ഈ താമസിക്കുന്ന പുരയുടെ മുകളിലൂടെ എന്റെ നേരെ എത്തി നോക്കി. കൂടെ ഒരു പാട്ട വെള്ളവുമുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഉസ്മാൻ വേണ്ടത്ര കുടിച്ചോളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ ദാഹം തീരുവോളം കുടിച്ചു. അതൊരു വല്ലാത്ത ആത്മീയ അനുഭൂതിയായിരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ വിപ്ലവകാരികൾ പിടിച്ചുകെട്ടി ക്രൂശിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നോമ്പ് തുറക്കാനായി അള്ളാഹുവിന്റെ റസൂൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു താമസിക്കുന്ന റൂമിന്റെ ആ വീട്ടിന്റെ ചുവരിന്റെ മുകളിലൂടെ എത്തി നോക്കിക്കൊണ്ട് വഫാത്തായ അള്ളാഹുവിന്റെ റസൂൽ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, റസൂലുള്ളാഹി വഫാത്തായിട്ട് സിദ്ദീഖുൽ അക്ബർ ഭരണം നടത്തി. 10 ചില്ലാനം വർഷം ഉമർ ഇബ്നുൽ ഫാറൂഖ് ഭരണം നടത്തി. അതിനുശേഷമാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഭരണം നടത്തുന്നത്. തന്റെ അവസാന നിമിഷത്തിലാണ് ഈ സംഭവം. വർഷങ്ങൾക്ക് മുമ്പ് വഫാത്തായ ഹബീബായ റസൂലുള്ളാഹി, സയ്യിദുനാ റസൂലുള്ളാഹി, ശഫീഉനാ റസൂലുള്ളാഹി, ആ അല്ലാഹുവിന്റെ റസൂൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു താമസിക്കുന്ന ആ വീട്ടിന്റെ മുകളിലൂടെ എത്തി നോക്കി. ഒരു പാത്ര വെള്ളവും തന്നു. ആ ഒരു പാത്രം വെള്ളത്തിൽ നിന്ന് ഞാൻ മതിവരോളം കുടിച്ചു എന്ന് പറയുന്നത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവാണ്. അതിവിടെ രേഖപ്പെടുത്തുന്നത്, മലയാളത്തിൽ അച്ചടിച്ചു വിടുന്നത് സുന്നി പ്രസിദ്ധീകരണമല്ല, കേരള നദ്വത്തുൽ മുജാഹിദീന്റെ സാക്ഷാൽ യുവജന വിഭാഗമായ ISMന്റെ മുഖപത്രം 1999 സെപ്റ്റംബർ 17 ഇറങ്ങിയ ശബാബിന്റെ 4-ാമത്തെ പേജിൽ വളരെ വ്യക്തമായി പച്ച മലയാളത്തിൽ എഴുതിയിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, മരണപ്പെട്ടുപോയ അമ്പിയാക്കൾക്ക്, മരണപ്പെട്ട മഹാന്മാർക്ക് യാതൊരു കഴിവുമില്ലെന്ന് ഗീർവാണ പ്രസംഗം നടത്തി ശബ്ദമലിനീകരണം ഉണ്ടാക്കുന്ന മുജാഹിദുകളെ, നിങ്ങൾ കേരള നദ്വത്തുൽ മുജാഹിദീൻ പിരിച്ചുവിടലാണ് നിങ്ങൾക്ക് നല്ലത്. നിങ്ങൾ ഇനി ഈ പേരിൽ പാവപ്പെട്ട മുസ്ലിമീകളെ നിങ്ങൾ മുസ്ലിക്കാക്കരുത്. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർക്ക് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല, അവർക്കൊരു ചയും ചെയ്യാൻ കഴിയില്ലെന്ന് ഗീർവാണ പ്രസംഗം നടത്തി പാവപ്പെട്ട ലോകത്തുള്ള മുസ്ലിമീങ്ങളായ ലക്ഷക്കണക്കായ മുസ്ലിമീങ്ങളെ മുസ്ലിക്കാക്കിയിരുന്ന പരിപാടി നിർത്തണമെന്ന് പറയുന്നത് ഞങ്ങളല്ല, നിങ്ങളുടെ പ്രസിദ്ധീകരണമാണ് ഈ വിളിച്ചോതുന്നത്. അതുകൊണ്ട് ഈ പ്രസിദ്ധീകരണത്തിൽ പറഞ്ഞ ഈ ആശയങ്ങൾ ഉൾക്കൊള്ളാനുള്ള സന്മനസ്സെങ്കിലും മുജാഹിദുകൾക്കുണ്ടാവണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. പറഞ്ഞതിന്റെ ചുരുക്കം, അമ്പിയാക്കൾ, ഔലിയാക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുന്ന കഴിവ് കൊണ്ട് മരണപ്പെട്ടതിന്റെ ശേഷം സഹായിക്കാൻ കഴിയുമെന്ന് പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചതാണ്. ഇന്നമാ വലിയുക്കുമുല്ലാഹു വ റസൂലുഹു വല്ലദീന ആമനുല്ലദീന യുഖീമൂനസ്സലാ എന്ന വിശുദ്ധ ഖുർആനിക സൂക്തത്തിന്റെ വിശദീകരണത്തിൽ തഫ്സീർ ബഹറുൽ മുഹീത്ത് 3-ാമത്തെ വാല്യം 513-ാമത്തെ പേജിൽ രേഖപ്പെടുത്തി. ആ ആയത്തിന്റെ അർത്ഥം ഉമൂമു മൻ ആമന മൻ മളാ മിൻഹും വമൻ ബഖിയ, മരണപ്പെട്ടവരും ജീവിച്ചിരിക്കുന്നവരും അല്ലാഹു സഹായിക്കാൻ, മുഅ്മിനുകൾക്ക് സഹായിക്കാൻ കഴിയുമെന്ന് ആ തഫ്സീർ ബഹറുൽ മുഹീത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയതാണ്. പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും പ്രാമാണിക ഗ്രന്ഥങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അവിടെയൊക്കെ നമുക്ക്
മനസ്സിലാകുന്നതാണ്. അക്കാര്യം മുജാഹിദുകൾ കൂടി അംഗീകരിച്ചിരിക്കുകയാണ്. ഇനി നിങ്ങൾ ആ പേരിൽ ഇവിടെ ജീവിക്കരുത്, ഈ പേര് ആശയം പറഞ്ഞ് നിങ്ങൾ മുജാഹിദിസം ഉണ്ടാക്കരുത് എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. കുല്ലു നസ്റും മിൻ ഇന്ദില്ലാ എന്ന് പറഞ്ഞല്ലോ. അല്ലാഹു തആലയുടെ അടുത്തുനിന്ന് മുഴുവൻ സഹായങ്ങളും എല്ലാവർക്കും കിട്ടുന്നതെന്ന്. അതിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു തന്നെ പറഞ്ഞു, ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി ഫൽയസ്തജീബു ലി വൽയുഅ്മിനു ബി. എന്നോട് ചോദിക്കട്ടെ ആവശ്യമെന്തുണ്ടെങ്കിലും അല്ലാഹു തആല തന്നെ പറയുന്നുണ്ട്, നഹ്നു അഖറബു ഇലൈക മിൻ ഹബ്ലിൽ വരീദ്. അവന്റെ ഗണ്ഡനാടിയേക്കാളും അടുത്തവനാണ് സർവശക്തനായ അല്ലാഹു. ഇങ്ങനെയുള്ള അള്ളാഹുവിനോട് നേർക്കുനേരെ ചോദിച്ചിട്ട് അവനാന്റെ വേവലാദികൾ അവനോട് മാത്രം അർപ്പിക്കുക എന്നല്ലാതെ മറ്റു മരിച്ചുപോയ പ്രവാചകന്മാരോട് എന്തിനു വേണ്ടി നമ്മൾ പറയുന്നു? മരിച്ചുപോയ പ്രവാചകന്മാരോട് സഹായം തേടണമെന്ന് കൽപ്പിക്കുന്ന ഒരായത്തെങ്കിലും സുന്നി പ്രസ്ഥാനത്തിന് ഉദ്ധരിക്കുവാൻ സാധിക്കുമോ? ഒരുപാട് കെട്ടുകഥകളുടെ അടിസ്ഥാനത്തിൽ എന്തെല്ലാം വിളമ്പിയിട്ട് കാര്യമില്ല. യഥാർത്ഥ സംഭവങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരികയാണെങ്കിൽ വളരെ ഉപകാരമായി. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൽ ഇപ്പൊ രണ്ട് കാര്യമാണ്. ഒന്നൊരായത്ത് ഓതി, എന്തിനാണ് അത് ഓതിയത് എന്ന് അറിയില്ല. എന്താണ് ആയത്ത് ഓതി അതൊന്ന് തീരുമാനിക്കുന്നത്. രണ്ടാമത്തെ ഒക്കെ ഞാൻ ഖുർആനും സുന്നത്തും മാത്രമേ പറയുള്ളൂ. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. എന്തിനാണ് ഇപ്പൊ നിങ്ങൾ ആ ഒരു ആയത്ത് ഓതിയല്ലോ, എന്തിനാ അത് പറയും? എന്താണ് ലക്ഷ്യം? എന്ത് ആശയാണ് ഇപ്പൊ ആയത്തിലുള്ളത്? എല്ലാ സഹായവും അള്ളാഹുങ്കിൽ നിന്നാണ് എന്ന് നിങ്ങൾ പറഞ്ഞു. അതെ, ഞാൻ പറഞ്ഞല്ല, അള്ളാഹു പറഞ്ഞതാണ്. അള്ളാഹു മാത്രമല്ല, ഇപ്പൊ നിങ്ങളും പറഞ്ഞു. അള്ളാഹു പറഞ്ഞത് എടുത്തു പറഞ്ഞു. ആയിക്കോട്ടെ, അള്ളാഹു പറഞ്ഞു. ഈ പറഞ്ഞത് എല്ലാം അള്ളാഹുങ്കിൽ നിന്നാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു തന്നെ പറഞ്ഞു, എന്നോട് ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാൻ. ഞാൻ നിങ്ങളുടെ ഗണ്ഡനാടിയേക്കാൾ അടുത്തവനാണ്, ഏറ്റവും അടുത്തവനാണ്. അതുകൊണ്ട് എന്നോട് ചോദിക്കൂ. എന്തിനു മരിച്ചുപോയ മഹാന്മാരോട് നിങ്ങൾ ചോദിക്കുന്നു എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല. അത് നിങ്ങളെ വകയാണ്. അവിടെ നമ്മളെ പ്രശ്നം. എന്നോട് ചോദിക്കൂ, ഞാൻ ഉത്തരം ചെയ്യാമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, അല്ലാതെ എന്ത് പറഞ്ഞിട്ടില്ല. എന്തിന് നിങ്ങൾ മഹാന്മാരോട് ചോദിക്കുന്നു എന്ന് അള്ളാഹു പറഞ്ഞ ഒരൊറ്റ ആയത്ത് കാണിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുന്നു. അതെ, ഇത് കുട്ടികളെ മുമ്പിലേ പലപ്പോഴും വഹാബികളെ മുമ്പിൽ ഇങ്ങനെ ആയത്തോടെ അർത്ഥം പറയാൻ നടക്കും, വിവരമുള്ളവരെ മുമ്പിൽ നടക്കൂല. മനസ്സിലാണ്ടെങ്കിൽ അതാ പ്രശ്നം. നിങ്ങൾ പറഞ്ഞ ആയത്ത് ഏതിന്റെ അർത്ഥം? ഏത് പദത്തിന്റെ അർത്ഥപ്പാ പറഞ്ഞത്? ഏത്? എന്തിന് നിങ്ങൾ അമ്പിയാക്കന്മാരോട് ഔലിയാക്കന്മാരോട് സഹായം ചോദിക്കുന്നു എന്ന് അള്ളാഹു പറഞ്ഞത് ഏത് പദത്തിന്റെ അർത്ഥം? അത് പറയും. നമ്മളെടുത്ത വിലപ്പോല. സംഗതി രണ്ടാളും തീരുമാനിച്ചിട്ട് പിരിയാന്നല്ലാതെ ചോദിക്കും. ജനങ്ങളെ വിഡ്ഢിയാക്കിയതുകൊണ്ട് കാര്യമില്ല. ജനങ്ങളെ വിഡ്ഢിയാവൂല. കാരണം അതെ, എനിക്ക് പറയാനുള്ളത്, ജനങ്ങളെ വിഡ്ഢിയാക്കിയിട്ട് കാര്യമില്ല. ഏത് പദത്തിന്റെ അർത്ഥമാണ് നിങ്ങൾ ആ പറയുന്നത് എന്നാ ചോദ്യം. വളച്ചൊടിക്കണ നേരെ ചൊവ്വയാണ്. ശിർക്കാണ് അമ്പിയാക്കൾ ഔലിയാക്കളോട് ചോദിക്കൽ എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. അത് നിങ്ങൾ ഓതിയ ആയത്തിന്റെ ഏതർത്ഥമാണ്, ഏത് പദത്തിന്റെ അർത്ഥമാണ് എന്നാ ചോദ്യം. അത്ര ചോദിച്ചിട്ടുള്ളൂ, വേറൊന്നും ചോദിച്ചിട്ടില്ല. നിങ്ങളെ വ്യാഖ്യാനം ആവശ്യമില്ല, നിങ്ങളെ വിശദീകരണവും ആവശ്യമില്ല. നിങ്ങൾ ഓതിയ ആയത്തിന്റെ ഏത് പദത്തിന്റെ അർത്ഥമാണ് അമ്പിയാക്കളോട് ഔലിയാക്കളോട് സഹായം ചോദിക്കൽ ശിർക്കാണ് എന്ന് ഏത് പദത്തിന്റെ അർത്ഥമാണ്, അത് മാത്രം പറയുക. ഇവിടുന്ന് പോയവനോട് കൽപ്പിച്ചതല്ല. അതൊന്നും നിങ്ങൾ അതൊക്കെ വയറിലൊക്കെ നമുക്ക് പിന്നീട് പറയാം. പറയും. ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം ഒന്നുകൂടി വേണ്ട, എല്ലാവരും കൊണ്ട് 3 വട്ടം ആവർത്തിച്ചു. ഇപ്പൊ നമുക്ക് കിട്ടേണ്ടത്, നിങ്ങൾ പറഞ്ഞത് അമ്പിയാക്കൾ ഔലിയാക്കളോട് ചോദിക്കൽ ശിർക്കാണ് എന്ന് ഈ ഓതിയ ആയത്ത് ഇതിന്റെ ഏത് പദത്തിന്റെ അർത്ഥമാണ് എന്നാണ് നമുക്കറിയേണ്ടത്. അത് ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയാ, നിങ്ങൾക്ക് അറിയുമെങ്കിൽ അറിയുക എന്ന് പറയാ, അല്ലെങ്കിൽ അങ്ങനെ ആയത്തിൽ ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയുക. എന്തൊക്കെ ഞാനായി പറഞ്ഞ തെറ്റിയതാണെങ്കിൽ തെറ്റിയതാന്ന് പറയുക. മൂന്നാലൊരു ജവാബല്ലാതെ ഉണ്ടാവില്ലല്ലോ. അത് പണ്ഡിതന്മാരുടെ വിശദീകരണം ഞാൻ പറഞ്ഞത്. എന്ത്? ഏത് പണ്ഡിതന്റെ വിശദീകരണമാണ് പറഞ്ഞുതരാം. നിങ്ങൾ എല്ലാ സഹായം അള്ളാഹുങ്കിൽ നിന്നാണുള്ളത്. അത് ഭൗതികവും അഭൗതികവുമായ ഏത് രൂപത്തിലാവട്ടെ, എല്ലാ സഹായം അള്ളാഹുങ്കിൽ നിന്നാണുള്ളത്. അതുകൊണ്ട് പടച്ച റബ്ബിനോട് നേരിട്ടാൻ ചോദിച്ചൂടെ? അല്ല, ചോദിച്ചൂടെ, അത് വിഷയം മാറല്ലേ, അത് നമുക്ക് പിന്നെ ചിന്തിക്കാം. ചോദിച്ചൂടെ എന്ന് പറഞ്ഞതുകൊണ്ട് മറ്റുള്ളവരോട് ചോദിക്കൽ ശിർക്കാണ് എന്ന് നിങ്ങൾ ഓതിയ ആയത്തിന്റെ ഏത് ഭാഗത്താണുള്ളത് ആ ചോദ്യത്തിന് മറുപടി പറയും. മറ്റേ എന്താണെന്ന് പറയാം. അതിനുപോൽപലകമായ തെളിവാണല്ലോ ഞാൻ നിൽക്കട്ടെ. നിങ്ങളിപ്പോ ഓതിയ ആയത്തിൽ ഏത് പദത്തിന്റെ അർത്ഥത്തിലാണ്, ഏത് പദത്തിലാണ് ഇങ്ങനെ ശിർക്കാണ് എന്ന് ഏത് പദത്തിന്റെ അർത്ഥം അത് പറയും. വേറെ നമ്മൾ നിങ്ങൾ വ്യാഖ്യാനിക്കണ്ട.
ഞാൻ എനിക്ക് വാളിലിറന്നല്ലോ നിങ്ങൾക്കും ഞാൻ അള്ളാഹു താല പറഞ്ഞതാ. അള്ളാഹു താല പറഞ്ഞത് നിങ്ങൾ പറഞ്ഞതല്ല പറഞ്ഞത്, അത് വെറുതെ. എന്നാൽ അള്ളാഹു താല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ആയത്തിലാണ് പറഞ്ഞത്? വിശദീകരണം പറഞ്ഞത് അത് മനസ്സിലായി. നിങ്ങൾ പറഞ്ഞ വിശദീകരണം അല്ല നമുക്ക് അറിയേണ്ടത്. ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് എന്താണ്, അല്ലെങ്കിൽ പ്രാമാണിക മുഫസ്സിറുകൾ എന്ത് പറഞ്ഞു, ഇതാണ് നമുക്കറിയേണ്ടത്. മറ്റവരോട് സഹായം ചോദിക്കാൻ പാടില്ല എന്നും പൊതുവെ അങ്ങനത്തെ വിശദീകരണം ഇവിടെ ആവശ്യമില്ല. അള്ളാഹു താല പറഞ്ഞത് വൈദാ സാലക ഇബാദി, എന്റെ അടിയാന്മാർ നിന്നോട് ചോദിച്ചാൽ അന്നി എന്നെ കുറിച്ച് ഫഇന്നി ഖരീബ്, ഞാൻ അടുത്തവനാണ്. ഉജീബ് ദഅവത്ത ദാഇ, എന്നോട് ചോദിക്കുന്നവന്റെ ചോദ്യത്തിന് ഞാൻ ഉത്തരം നൽകും എന്ന് പറഞ്ഞു. യസ്തജീബു, അതുകൊണ്ട് എന്നോട് ചോദിക്കട്ടെ അവര്. വൽയുമിനു ബി, എന്നിൽ വിശ്വസിക്കട്ടെ അവര്. ഇതാണ് അള്ളാഹു താല പറഞ്ഞത്. അതുകൊണ്ട് അമ്പിയാക്കൾ ഔലിയാക്കളോട് സഹായം ചോദിക്കൽ ശിർക്കാണ് എന്ന് ഈ ആയത്തിൽ എവിടെയുള്ളത്? മനസ്സിന് മനസ്സിലാവും. എന്നോട് ചോദിക്കണം, അത് ശരി, മനസ്സിലാണ്. ഞാൻ ഉത്തരം നൽകാന്ന് പറയുമ്പോ അമ്പിയാക്കളോട് ചോദിക്കേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാവുക. അത് നല്ല കാര്യമാണ്. എന്നപ്പോ ഈ പറഞ്ഞതൊക്കെ നേരത്തെ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചത്, സ്വഹാബത്ത് ചോദിച്ചതൊക്കെ ഈ ഖുർആൻ തിരിയാത്തത് കൊണ്ടാണല്ലോ അല്ലേ? അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചല്ലോ അഊദു ബികലിമാത്തില്ലാഹി തആമ്മാത്തി മിൻ ശർരി മാ ഖലഖ. പരിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഞാൻ പറയുന്നത്, ആ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട അള്ളാഹുവിന്റെ റസൂല് പറയുന്നത് അഊദു ബികലിമാത്തില്ലാഹി തആമ്മാത്തി മിൻ ശർരി മാ ഖലഖ, അള്ളാഹുവിന്റെ പരിശുദ്ധാത്മാക്കളോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട റസൂലുള്ളാഹി പറയുന്നു. നിങ്ങൾ സ്വന്തമായി വ്യാഖ്യാനിക്കുന്നു, അത് പാടില്ല, അത് ശിർക്കാണ്, തെറ്റാണ് എന്ന്. അള്ളാഹുവിന്റെ റസൂല് ശിർക്ക് ചെയ്തു എന്നാണോ നിങ്ങൾ പറയുന്നത്? അള്ളാഹുവിന്റെ റസൂലിന് ഈ ആയത്തിന്റെ അർത്ഥം അറിഞ്ഞില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ പറയുന്ന വിശദീകരണം റസൂലുള്ളാഹിക്ക് തിരിഞ്ഞില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങളുടെ സ്വന്തമായ വ്യാഖ്യാനം ഇവിടെ ആവശ്യമില്ല. ഖുർആൻ എന്തു പറഞ്ഞു, ഹദീസ് എന്തു പറഞ്ഞു, മറ്റ് പൂർവിക പ്രാമാണിക ഗ്രന്ഥങ്ങളിൽ എന്തു പറഞ്ഞു, ഇതാണ് നമുക്കറിയേണ്ടത്. നിങ്ങൾ ചോദിച്ചോളി, ഒന്നും കാട്ടൂല നിങ്ങൾ. അത് വേറെ നിങ്ങളെ ചോദ്യം കേട്ടിട്ട് ആളുകൾ അള്ളാഹുവിന്റെ അടിയാന്മാരെ എനിക്ക് വഴി കാണിക്കൂ. നിങ്ങൾ ചോദിച്ചതിന്റെ ചോദ്യോത്തരം എന്നോട് ചോദിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യാമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതിൽ ആർക്കും തർക്കമില്ല. അതുകൊണ്ട് അള്ളാഹു അല്ലാത്ത ആളുകളോട് ചോദിക്കാൻ പാടില്ല, അത് ശിർക്കാണ് എന്ന് ഏത് ആയത്തിൽ എവിടെ പറഞ്ഞത്? അത് കേൾക്കുമ്പോ തന്നെ മനസ്സിലാവും. അല്ലല്ല, അത് മനസ്സിലാവൂല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. നിങ്ങൾ ഈ എന്ന മനസ്സിലാക്കി ഇരുത്തി അവിടെ വെച്ചു. അള്ളാഹുവിന്റെ റസൂലിനാ ഖുർആൻ ഇറങ്ങിയത്. ജിബ്രീൽ റസൂലുള്ളാഹി തങ്ങൾക്ക് അറക്കി കൊണ്ടുവന്നു കൊടുത്ത ആ വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനം റസൂലുള്ള പഠിപ്പിച്ച് കാണിക്കുന്നതോ അർവാഹുൽ ആലിയ, പരിശുദ്ധാത്മാക്കളോട് സഹായം ചോദിച്ചുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ ഇവിടെ കാണിച്ചു എന്നത്. അപ്പൊ റസൂലുള്ളാഹിക്ക് തിരിയാത്തൊരു തൗഹീദ്, റസൂലുള്ളാഹിക്ക് തിരിയാത്തൊരു ശിർക്കാണ് നിങ്ങൾ ഈ ലോകത്ത് പ്രചരിപ്പിക്കുന്നത്. അതാ ഞങ്ങൾ ഈ പറയുന്നത്. റസൂലുള്ളാഹി ചെയ്തത്, സഹാബത്ത് ചെയ്തത്, ഇമാമുകൾ ചെയ്തത് ഇവിടെ പറഞ്ഞു കേൾപ്പിച്ചു. അതാണ് ഞങ്ങൾ കാണിക്കുന്ന തൗഹീദ്. നിങ്ങളെ തൗഹീദോ നിങ്ങൾക്ക് മനസ്സിലായതാ. നിങ്ങൾ ഈ പറയുന്ന ഒരു ആശയം ഒരൊറ്റ പ്രാമാണിക പണ്ഡിതന്റെ വാക്കുകളെങ്കിലും ഉദ്ധരിച്ച് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ഖുർആൻ പോകട്ടെ, ഹദീസ് പോകട്ടെ, മറ്റൊക്കെ പോകട്ടെ, ഇബ്നു തൈമിയ്യക്ക് മുമ്പ് ഇബ്നു തൈമിയ്യ അല്ലാത്ത മറ്റൊരു പണ്ഡിതൻ, ആധികാരിക പണ്ഡിതൻ ഇത് ശിർക്കാണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തെളിയിച്ചു തരാൻ കഴിയുമോ? വെറുതെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ സ്വന്തം ഇങ്ങനെ വ്യാഖ്യാനിക്കണ്ട. പ്രാമാണിക പണ്ഡിതരുടെ പറഞ്ഞോ, ആയത്ത് പറഞ്ഞോളൂ, ഹദീസ് പറഞ്ഞോളൂ, സ്വീകാര്യമാണ്. ഇപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് പോലെ മൊഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് പറഞ്ഞതുപോലെ പ്രവാചക പൂങ്കവൻ ഇബ്രാഹിം നബി എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞതിന് വല്ല തെളിവുണ്ടോ? അതിനാ തെങ്ങായി ഇവിടെ തെളിവ് പറഞ്ഞത് അഊദു ബികലിമാത്തില്ലാഹി തആമ്മാത്തി മിൻ ശർരി മാ ഖലഖ എന്ന് പറഞ്ഞാൽ അതിന്റെ അതിർത്താണ്. ഇബ്രാഹിം നബി മാത്രമല്ല, സകല നബിമാരും പെട്ടു. ഒരു നബിയായിട്ട് മാത്രമാകണ്ട. അത് പറഞ്ഞാൽ പറയും മറ്റു നബിമാരുണ്ടോ? അപ്പൊ അതിനെ റസൂലുള്ളാഹി തങ്ങൾ അഊദു ബികലിമാത്തില്ലാഹി തആമ്മാത്തി മിൻ ശർരി മാ ഖലഖ, ഒരു നബിയല്ല, ഒരുപാട് അർവാഹുൽ ആലിയ എന്ന ഇമാം റാസി വിശദീകരിച്ച്, റൂഹ് എന്നല്ല. അപ്പൊ ഒരു റൂഹല്ല, ഒരുപാട് ആത്മാക്കളോട് നിങ്ങൾ ഒരു സംശയമായിട്ട് നിൽക്കണ്ട. ഇബ്രാഹിം നബി ഉണ്ടോ, നൂഹ് നബി ഉണ്ടോ, അല്ല മൂസാ നബി ഉണ്ടോ, ഈസാ നബി ഉണ്ടോ എന്ന് ചോദിക്കണ്ട. എല്ലാ അർവാഹുൽ ആലിയത്തും പെട്ടു എന്നാ റാസി പറയുന്നത്. അതുകൊണ്ട് ഒരൊറ്റ ഇബ്രാഹിം നബിയിൽ